ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ചേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം
രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 54-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രുക്മിണീ സ്വയംവരത്തിലെ രുക്മിണീ ഹരണത്തിന് ശേഷമുള്ള ഭഗവാനും ബലരാമസ്വാമിയും യാദവ സൈന്യവുമായി രുക്മിണിയെയും കൊണ്ട് അവിടുന്ന് പോരുന്ന സന്ദർഭത്തിൽ ശിശുപാല, ദന്തവക്ത്ര, ജരാസന്ധ, സാല്വാദികളും രുക്മിയും ഭഗവാന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുന്നതും ഭഗവാനെ തടയാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ്. അത് കഴിഞ്ഞ് സൈന്യങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുന്നു. രുക്മിയെ ഭഗവാൻ വധിക്കാനൊരുങ്ങുന്നു. പക്ഷേ രുക്മിണീ ദേവി ഭഗവാന്റെ കാല് പിടിക്കുന്നു, അപേക്ഷിക്കുന്നു തൻ്റെ സഹോദരനെ ഈ ഒരു മംഗളവേളയിൽ വധിക്കുന്നത് തനിക്ക് സഹിക്കാനാവില്ല എന്ന് പറഞ്ഞ് കരയുന്നു. ഭഗവാൻ രുക്മിയെ വിരൂപനാക്കി വിടുന്നു. അതിനുശേഷം ബലരാമസ്വാമി അവിടേക്ക് എത്തുന്നു. രുക്മിണിയെ ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് ഭഗവാനെ അല്പം ശാസിക്കുകയും രുക്മിണിയെ ആശ്വസിപ്പിക്കുന്നതായിട്ടുള്ള നല്ല ഉപദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് പിന്നീട് ദ്വാരകാപുരിയിലെത്തി നല്ലൊരു ശുഭമായ മുഹൂർത്തത്തിൽ വെച്ച് എല്ലാ ആഘോഷങ്ങളോടും കൂടി ഭഗവാന്റെ ആദ്യത്തെ വിവാഹം, രുക്മിണീ ദേവിയുമായിട്ടുള്ള വിവാഹം ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അതോടുകൂടിയിട്ടുള്ള അതിൻ്റെ വർണ്ണനകൾ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. അപ്പം അങ്ങനെ 2.5 അധ്യായങ്ങളിലുള്ള രുക്മിണീ സ്വയംവരത്തിൻ്റെ അവസാന അധ്യായം, 1.5 അധ്യായം കഴിഞ്ഞു. അറുപത് ശ്ലോകങ്ങളുള്ള ഇത്തിരി വലിയ അധ്യായമാണ്. എന്തായാലും ഇപ്പം നമുക്കെല്ലാം മുഴുവനായിട്ട് തന്നെ വായിക്കാൻ നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ 45-തമോऽധ്യായः. ശ്രീശുക ഉവാച. ഇതി സർവേ സുസംരബ്ധാ വാഹനാരുഹ്യ ദംശിതാഃ സ്വൈർബലൈഃ പരിക്രാന്താ അന്വീയുർധൃതകാർമുകാഃ. താനാപതത ആലോക്യ യാദവാനീകയൂഥഭാഃ തസ്തുസ്തൽ സമ്മുഖാ രാജൻ വിസ്ഫൂർജ്യ സ്വധനൂംഷിതേ. അശ്വപൃഷ്ഠേ ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദാഃ മുമുചുഃശരവർഷാണി മേഘാ അദ്രിഷ്വപോ യഥാ. പത്യുർബലം ശരാസാരൈഃ ഛന്നം വീക്ഷ്യ സുമധ്യമാ സവ്രീഡമൈക്ഷത്തദ്വക്ത്രം ഭയവിഹ്വലലോചനാം. പ്രഹസ്യ ഭഗവാനാഹ മാസ്മഭൈർവാമലോചനെ വിനങ്ക്ഷ്യത്യധുനൈവൈതത്താവകൈ ശാത്രവം ബലം. തേഷാം തദ്വിക്രമം വീരാ ഗതസംഘർഷണാദയഃ അമൃഷ്യമാണാ നാരാചൈഃ ജഗ്നുർഹയഗജാൻ രഥാൻ. പേതുശിരാം സിരദിനാം അശ്വിനാം ഗജിനാം ഭുവി സകുണ്ടലകിരീടാനി സോഷ്ണീഷാണി ച കോടിശഃ. ഹസ്താ സാസിഗതേ ശ്വാസാഃ കരഭാ ഊരവോംഗ്രയഃ
അശ്വാശ്വതരനാഗോഷ്ട്രഖരമർത്യശിരാംസി ച ഹന്യമാനബലാനീകാ വൃഷ്ണിഭിർജയകാംക്ഷിഭിഃ രാജാനോ വിമുഖാ ജഗ്മുഹു ജരാസന്ധപുരസ്സരാഃ ശിശുപാലം സമഭ്യേത്യ ഹൃതദാരം ഇവാതുരം നഷ്ടത്വിഷം ഗതോത്സാഹം ശുഷ്യദ്വദനമബ്രുവൻ ഭോ ഭോ പുരുഷശാർദൂല ദൗർമനസ്യമിദം ത്യജ ന പ്രിയാപ്രിയയോ രാജൻ നിഷ്ഠാദേഹിഷു ദൃശ്യത്തെ യഥാ ദാരുമയീ യോഷിത നൃത്യത്തെ കുഹകേച്ഛയാ ഏവമീശ്വരതന്ത്രോയം ഈഹത്തെ സുഖദുഃഖയോഃ ശൗരേഃ സപ്തദശാഹം വൈ സംയുഗാനി പരാജിതഃ ത്രയോവിംശതിഭിः സൈന്യൈः ജിഗ്യ ഏകമഹം പരം തദാപ്യഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കർഹിചിത് കാലേന ദൈവയുക്തേന ജാനൻ വിദ്രാവിദം ജഗത് അധുനാപി വയം സർവേ വീരയൂഥപയൂഥപാഃ പരാജിതാ ഭൽഗുതന്ത്രൈഃ യദുഭിഃ കൃഷ്ണപാലിതൈഃ റിപോ ജിഗ്യുർ അധുനാ കാല ആത്മാനുസാരിണി തദാ വയം വിജേഷ്യാമോ യദാ കാലഃ പ്രദക്ഷിണഃ ഏവം പ്രബോധിതോ മിത്രൈഃ ചൈദ്യോഗാത് സാനുഗഃ പുരം ഹതശേഷാ പുനസ്തേപി യയുസ്വം സ്വം പുരം നൃപാഃ രുക്മീതു രാക്ഷസോദ്വാഹം കൃഷ്ണദ്വിഗ് അസഹൻ സ്വസുഃ പൃഷ്ഠതോ അന്വഗമകൃഷ്ണം അക്ഷൗഹിണ്യാവൃതോ ബലീ രുക്മി അമർഷീ സുസംരബ്ധഃ ശൃണ്വതാം സർവഭൂഭുജാം പ്രതിജജ്ഞേ മഹാബാഹുഃ ദംശിതഃ സശരാസനഃ അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യൂഹ്യ ച രുക്മിണീം കുണ്ഡിനം ന പ്രവേക്ഷ്യാമി സത്യമേതദ്ബ്രവീമി വഹ ഇത്യുക്ത്വാ രഥമാരുഹ്യ സാരഥിം പ്രാഹ സത്വരഃ ചോദയാശ്വാൻ യതഃ കൃഷ്ണഃ തസ്യ മേ സംയുഗം ഭവേത് അദ്യാഹം നിശിതൈർബാണൈഃ ഗോപാലസ്യ സുദുർമതേഃ നേഷ്യേ വീര്യമദം യേന സ്വസാമേ പ്രസഭം ഹൃതാ വികത്തമാനകുമതിഃ ഈശ്വരസ്യ അപ്രമാണവിത് രഥേനൈകേന ഗോവിന്ദം തിഷ്ഠതിഷ്ഠേത്യദാഹ്വയത് ധനുർവികൃഷ്യ സുദൃഢം ജഘ്നേ കൃഷ്ണം ത്രിഭിഃ ശരൈഃ ആഹ ചാത്രക്ഷണം തിഷ്ഠ യദൂനാം കുലപാംസന കുത്രയാസി സ്വസാരം മേ മുഷിത്വാ ധ്വാംശ്രവദ്ധവിഃ ഹരിഷ്യേദ്യമദം മന്ദ മായിനഃ കൂടയോധിനഃ യാവന്ന മേ ഹതോ ബാണൈഃ ശയീധാമുഞ്ചദാരികാം സ്മയൻ കൃഷ്ണോ ധനുശ്ചിത്വാ ഷഡ്ഭിർവിവ്യാദ രുഗ്മിണം അഷ്ടഭിശ്ചതുരോ വാഹാൻ ദ്വാഭ്യാം സൂതം ധ്വജം ത്രിഭിഃ സ ചാന്യദ്ധനുരാദായ കൃഷ്ണം വിവ്യാദ പഞ്ചഭിഃ തൈസ്താഡിതശരൗകൈസ്തു ചിച്ഛേദനുരച്യുതഃ പുനരന്യതുപാദത്ത തദപ്യച്ഛിനതവ്യയഃ പരിഘം പട്ടിശം ശൂലം ചർമാസീ ശക്തിതോമരൗ യദ്യദായുധമാദത്ത തൽസർവം സോച്ഛിനദ്ധരിഃ തതോ രഥാദവപ്ലുത്യ ഗഡ്ഗപാണിർജിഗാംസയാ കൃഷ്ണമഭ്യദ്രവത് ക്രുദ്ധഃ പതംഗൈവ പാവകം തസ്യ ചാപതതഃ ഖഡ്ഗം തിലശശ്ചർമ്മചേഷുഭിഃ ചിത്വാസി മാദതേ തിഗ്മം രുഗ്മിണം ഹന്തുമുദ്യതഃ ദൃഷ്ട്വാ ഭ്രാതൃവതോദ്യോഗം രുക്മിണീ ഭയവിഹ്വലാ പതിത്വാ പാദയോർഭർത്തുഃ ഉവാച കരുണം സതീ യോഗേശ്വരാ പ്രമേയാത്മൻ ദേവദേവാ ജഗത്പദേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ ശ്രീശുക ഉവാച തയാ പരിത്രാസ വികമ്പിതാംഗയാ ശുചാവശുഷ്യന്മുഖരുദ്ധകണ്ഠയാ കാതര്യ വിശ്രംസിത ഹേമമാലയാ ഗൃഹീതപാദക്കരുണോ ന്യവർത്തത ചൈലേന ബദ്ധ്വാ തം അസാധുകാരിണം
സസ്മശ്രുകേശം പ്രവപൻ വ്യരൂപയത് താവന്മമർദുഃ പരസൈന്യമദ്ഭുതം യദുപ്രവീരാ നളിനീം യദാ ഗജാഃ കൃഷ്ണാന്തികമുപവ്രജ്യ ദദൃശുസ്തത്ര രുക്മിണം തഥാ ഭൂതം ഹതപ്രായം ദൃഷ്ട്വാ സംകർഷണോ വിഭുഃ വിമുച്യ ബദ്ധം കരുണോ ഭഗവാൻ കൃഷ്ണമബ്രവീത് അസാദ്വിദം ത്വയാ കൃഷ്ണ കൃതമസ്മജ്ജുഗുപ്സിതം വപനം ശ്മശ്രുകേശാനാം വൈരൂപ്യം സുഹൃദോ വദഃ മൈവാസ്മാൻ സാധ്വി അസൂയേത ഭ്രാതുർവൈരൂപ്യ ചിന്തയാ സുഖദുഃഖദോ ന ചാന്യോസ്തി യതസ്വകൃതഭുക് പുമാൻ ബന്ധുർവദാർഹദോഷോപി ന ബന്ധോർവദമർഹതി ത്യാജ്യസ്വേനൈവ ദോഷേണ ഹതഃ കിം ഹന്യത്തെ പുനഃ ക്ഷത്രിയാണാമയം ധർമ്മഃ പ്രജാപതിവിനിർമ്മിതഃ ഭ്രാതാഭിഭ്രാതരം ഹന്യാത് യേന ഘോരതരസ്തതഃ രാജ്യസ്യ ഭൂമേർവിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസഃ മാനിനോ അന്യസ്യ വാ ഹേതോഃ ശ്രീമദാന്താ ക്ഷിപന്തിഃ തവേയം വിഷമാ ബുദ്ധിഃ സർവഭൂതേഷു ദുർഹൃദാം യന്മന്യസേ സദാ ഭദ്രം സുഹൃദാം ഭദ്രമജ്ഞവത് ആത്മമോഹോ നൃണാമേഷഃ കൽപ്യത്തെ ദേവമായയാ സുഹൃദ്ദുർഹൃത് ഉദാസീനഃ ഇതി ദേഹാത്മമാനിനാം ഏക ഏവ പരോ ഹ്യാത്മാ സർവേഷാമപി ദേഹിനാം നാനേവ ഗൃഹ്യത്തെ മൂഢൈഃ യഥാ ജ്യോതിർയഥാ നഭഃ ദേഹ ആദ്യന്തവാനേഷഃ ദ്രവ്യപ്രാണഗുണാത്മകഃ ആത്മന്യവിദ്യയാ ക്ലുപ്തഃ സംസാരയതി ദേഹിനം നാത്മനോ അന്യേന സംയോഗോ വിയോഗശ്ചാസതഃ സതി തദ്ഹേതുത്വാത് തൽപ്രസിദ്ധേഃ ദൃഗ്രൂപാഭ്യാം യദാരവേഃ ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മനഃ ക്വചിത് കലാനാമിവ നൈവേന്ദോഃ മൃതിർഹ്യസ്യ കുഹൂരിവ യദാ ശയാന ആത്മാനം വിഷയാൻ ഫലമേവ ച അനുഭുങ്ക്തേപി അസത്യർത്ഥേ തദാപ്നോത്യബുധോ ഭവം തസ്മാദജ്ഞാനജം ശോകം ആത്മശോഷവിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാ ഭവ ശുചിസ്മിതേ. ശ്രീശുക ഉവാച ഏവം ഭഗവതാ തന്വീ രാമേണ പ്രതിബോധിതാ വൈമനസ്യം പരിത്യജ്യ മനോ ബുദ്ധ്യാ സമാദധേ പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദ്വിദ്ഭിഃ ഹതബലപ്രഭഃ സ്മരൻ വിരൂപകരണം വിദധാത്മമനോരഥഃ ചക്രേ ഭോജകടം നാമ നിവാസായ മഹത്പുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപ്രത്യൂഹ്യ യവീയസീം കുണ്ഠിനം ന പ്രവേക്ഷ്യാമീത്യുക്ത്വാ തത്രാവസദൃശാം ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയമേ കുരുദ്വഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയമേ കുരുദ്വഃ. തദാ മഹോത്സവോ നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപ. നരാ നാര്യശ്ച മുദിതാഃ പ്രമൃഷ്ടമണികുണ്ഡലാഃ പാരിബർഹമുപാജഹ്രുഃ വരയോശ്ചിത്രവാസസോഃ. സാ വൃഷ്ണിപുര്യുത്തപിതേന്ദ്രകേതുഭിഃ വിചിത്രമാല്യാംബരരത്നതോരണൈഃ ബഭൗ പ്രതിദ്വാരി ഉപക്ലുപ്തമംഗളൈഃ ആപൂർണകുംഭാകരുധൂപദീപകൈഃ.
സിക്തമാർഗമതച്യുദ്ഭിഃ ആഹൂതപ്രേഷ്ഠഭൂഭുജാം ഗജൈർദ്വാസു പരാമൃഷ്ടരംഭാപൂഗോപശോഭിത കുരുസൃഞ്ജയ കൈകേയ വിദർഭയതു കുന്ദയഃ മിഥോ മുമുദിരേ തസ്മിൻ സംഭ്രമാത് പരിധാവതാം രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തദ് രാജാനോ രാജകന്യാശ്ച ബഭൂവുർവൃഷവിസ്മിതാഃ ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദഃ പുരൗകസാം രുക്മിണ്യാ രമയോപേതം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയഃ പതിം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹോ നാമ ചതുഃപഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ രുക്മിണീ ദേവി അംബികാലയത്തിൽ ദർശിക്കാൻ ചെന്നതും പൂജാദികളൊക്കെ ചെയ്തതും സമ്മാനങ്ങളും ദക്ഷിണകളുമൊക്കെ ബ്രാഹ്മണർക്കും ബ്രാഹ്മണ പത്നിമാർക്കുമൊക്കെ നൽകി അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചതും പിന്നീട് ഒരു സഖിയുടെ കൈപിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് മന്ദമായി ലജ്ജാഭാവങ്ങൾ അഭിനയിച്ചുകൊണ്ട് ദേവി പുറത്തേക്ക് വന്നതും അവിടെ ഭഗവാൻ വന്നിട്ടുണ്ട് എന്നുള്ള ഉറപ്പുണ്ട്, തന്നെ കൊണ്ടുപോകും എന്നുള്ള നിശ്ചയമുണ്ട്, പ്രതീക്ഷയുണ്ട്. ആ ഭാവത്തോടുകൂടി ഭഗവാന് തൻ്റെ അടുത്തേക്ക് വരാനും തന്നെ അപഹരിച്ചു കൊണ്ടുപോകാനും ഉള്ള സൗകര്യമൊരുക്കിക്കൊണ്ട് തൻ്റെ രഥം നിൽക്കുന്നിടത്തേക്ക് വളരെ മന്ദമന്ദമായി അരയുന്ന പേടയെപ്പോലെ അതിസുന്ദരിയായിട്ടുള്ള രുക്മിണീ ദേവി നവവധുവായിരിക്കുന്ന ഭാവത്തിൽ പതുക്കെ ഗമിക്കുകയാണ്. ആ സമയത്ത് വഴിയിലൊക്കെ ഉണ്ടായിരുന്ന രാജാക്കന്മാർ, രാജകുമാരന്മാർ എല്ലാവരും ദേവിയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് മോഹാലസ്യം പ്രാപിച്ചു. പലരും അവരിയ്ക്കുന്ന വാഹനങ്ങളിൽ നിന്ന് പതിച്ചു. പലരുടെയും ആയുധങ്ങൾ കയ്യിൽ നിന്ന് ഊർന്നുപോയി. അങ്ങനെ അവരുടെ പൗരുഷത്തെ നഷ്ടപ്പെടുത്തി പരവശരാക്കി എന്നർത്ഥം. എല്ലാവർക്കും ദേവിയുടെ സൗന്ദര്യത്താൽ ഒരു പാരവശ്യം വന്നു ചേർന്നു, മോഹാലസ്യം വന്നു ചേർന്നു. അങ്ങനെ ദേവി തൻ്റെ തലമുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നതിനെ കോതി ഒതുക്കുന്ന വ്യാജേന ഒന്ന് തലപൊക്കി കടക്കണ്ണിട്ടുകൊണ്ട് ഭഗവാനെ നോക്കുകയാണ്. എവിടെയാണ് ഭഗവാൻ വന്നിട്ടുള്ളത് എന്ന് നല്ലതുപോലെ ചുറ്റും നോക്കി. ആ സമയത്ത് ഭഗവാനെ ദർശിച്ചു എന്ന് പറഞ്ഞു. ദദൃശേ അച്യുതം സാ, അച്യുതനെ ദർശിച്ചു. അങ്ങനെ ഭഗവാനും അടുത്തെത്തിയിരുന്നു. ദേവി തൻ്റെ രഥത്തിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഭഗവാൻ അടുത്തേക്ക് വന്ന് കൈപിടിച്ച് തൻ്റെ രഥത്തിലേക്ക് പിടിച്ചു കയറ്റി. ചുറ്റുമുള്ളതായിട്ട് രാജാക്കന്മാരെയൊക്കെ അവഗണിച്ചുകൊണ്ട്. അതാണ് കഴിഞ്ഞ അധ്യായത്തിലെ 55-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. താം രാജകന്യാം രഥമാരുരുക്ഷതീം ജഹാര കൃഷ്ണോ ദ്വിഷതാം സമീക്ഷതാം രഥം സമാരോപ്യ സുപർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവഃ. ഗരുഡധ്വജനായ ഭഗവാൻ തൻ്റെ ആ രഥത്തിലേക്ക് രാജാക്കന്മാരെയെല്ലാം അവഗണിച്ചുകൊണ്ട് രഥത്തിലേക്ക് കയറ്റി എന്നർത്ഥം.
നമ്മളുമൊക്കെ ആരുരുക്ഷുക്കളാണ്. ദേവി രഥം ആരുരുക്ഷു, നമ്മളൊക്കെ യോഗം ആരുരുക്ഷു. അപ്പോൾ നമ്മളെയും ഭഗവാൻ വന്ന് ഹരിക്കട്ടെ. സുപർണലക്ഷണം രഥം. സുപർണലക്ഷണം എന്ന് പറഞ്ഞാൽ സുപർണൻ വേദങ്ങളുടെ പ്രതീകമാണ് അല്ലേ. ഗരുഡൻ സാമവേദത്തിൻ്റെ മൂർത്തിയാണ്. ഗരുഡൻ്റെ 2 ചിറകുകൾ ബൃഹത് രഥന്തരങ്ങൾ എന്നുള്ള 2 വലിയ മന്ത്രങ്ങളാണ്, ഛന്ദസ്സുകളാണ്. അപ്പോൾ ആ വേദസ്വരൂപമാകുന്ന അറിവിൻ്റെ ആ വാഹനത്തിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള രാജന്യചക്രത്തെ പരിഭൂയ, രാജന്യചക്രം എന്ന് പറഞ്ഞാൽ രജോ ഗുണ സമൂഹം അല്ലേ, മാലിന്യങ്ങളെ എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തി ജയിച്ച് ആ മാധവൻ നമ്മെ ഓരോരുത്തരെയും ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാന്റെ സ്വന്തമാക്കി യോഗം പ്രാപിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മളൊക്കെ യോഗം ആരുരുക്ഷുവാണ്. ഭഗവാൻ നമ്മളെ യോഗാരൂഢരാക്കട്ടെ. ദേവിയെ രഥാരൂഢയാക്കിയ പോലെ എല്ലാ രജോ ഗുണത്തെയും ജയിക്കാൻ ഭഗവാൻ തന്നെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉള്ളിലുണ്ട് ഈ ദുഷ്ടരാജാക്കന്മാർ, ആ വാസനകൾ, അതിനെ ജയിച്ച് ഭഗവാനെ പ്രാപിക്കാനിടയാവട്ടെ. അപ്പോൾ ഇങ്ങനെ ചെന്നായ്ക്കളുടെ അല്ലെങ്കിൽ കുറുക്കന്മാരുടെ നടുവിൽ നിന്ന് സിംഹം തൻ്റെ ഭാഗത്തെ അപഹരിച്ചുകൊണ്ട് പോകും പോലെ ബലരാമസ്വാമി മുന്നേ നടന്നുകൊണ്ട് സൈന്യങ്ങളോടുകൂടി ഭഗവാൻ പതുക്കെ ഗമിച്ചു. ആരെങ്കിലും എതിർക്കാൻ വരുന്നുണ്ടെങ്കിൽ വന്നോളൂ എന്നുള്ള ആ ഒരു വീര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആ സമയത്ത് അഭിമാനികളായിട്ടുള്ള രാജാക്കന്മാർ അഭിഭവം യശക്ഷയം ന സേഹിരേ, അവർക്കുണ്ടായ അഭിഭവം അഥവാ പരാഭവം, നിന്ദ, അപമാനം, അതുപോലെ യശക്ഷയം, അവരുടെ യശസ് ക്ഷയിച്ചതും ആ ജരാസന്ധവശന്മാരായിട്ടുള്ള രാജാക്കന്മാരാരും തന്നെ സഹിച്ചില്ല. അവർ തമ്മിൽ പറഞ്ഞു, അഹോ ദിഗസ്മാൻ യശ ആത്വധന്വനാം ഗോപൈർഹൃതം കേസരിണ മൃഗൈരിവ. നിസ്സാര മൃഗങ്ങൾ സിംഹങ്ങളുടെ ഭാഗത്തെ അപഹരിച്ചു കൊണ്ടുപോയി സിംഹത്തെ അപമാനിക്കുന്നു എന്ന പോലെ ഈ ഗോപന്മാർ വന്ന് രാജാക്കന്മാരായിട്ടുള്ള നമ്മളെ നാണം കെടുത്തിയിരിക്കുന്നു. നമ്മൾ വില്ലാളി വീരന്മാരായി ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? നമ്മളെ നിന്ദിച്ചുകൊണ്ട് നമ്മൾക്ക് കിട്ടേണ്ട രുക്മിണീയത ഈ ഗോപന്മാർ കട്ടുകൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം നിർത്തിയത്. ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് എല്ലാവരും കൂടി ഈ രാമകൃഷ്ണന്മാരെ, പ്രത്യേകിച്ച് ഭഗവാനെ, രുക്മിണീ ദേവിയെ വളഞ്ഞ് കൃഷ്ണനെ ആക്രമിക്കുന്നതും യുദ്ധം ചെയ്യുന്നതുമായിട്ടുള്ള ഭാഗമാണ് 54-ാം ശ്ലോകത്തിലെ ആദ്യ ഭാഗം. നമുക്ക് ഓരോ ശ്ലോകങ്ങളായിട്ട് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ചതുഃപഞ്ചാശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച ഇതി സർവേ സുസംരബ്ധാഃ വാഹനാരുഹ്യ ദംശിതാഃ സ്വൈർബലൈഃ പരിക്രാന്താഃ അന്വീയുർധൃതകാർമുകാഃ. ശ്രീശുക ഉവാച ഇതി സർവേ സുസംരബ്ധാഃ വാഹനാരുഹ്യ ദംശിതാഃ സ്വൈർബലൈഃ പരിക്രാന്താഃ അന്വീയുർധൃതകാർമുകാഃ. സുഖബ്രഹ്മർഷി കഥ തുടരുന്നു. ഇതി സർവേ സുസംരബ്ധാഃ വാഹനാരുഹ്യ ദംശിതാഃ സ്വൈഃ ബലൈഃ പരിക്രാന്താഃ അന്വീയുഃ ധൃതകാർമുകാഃ. അപ്പൊ ഇത് സർവേ അന്വീയുഃ, ഇപ്രകാരം എല്ലാവരും അനുയാനം ചെയ്തു, കൃഷ്ണന്റെ പുറകെ പാഞ്ഞു എന്നർത്ഥം. അനു ഇയുഹു അന്വീയുഹു,
അപ്പൊ എന്തു ചെയ്തുകൊണ്ടാണ് അവർ പിന്നാലെ പാഞ്ഞത്? അവർക്കൊരു ഞെട്ടല് ഉണ്ടായി, ഒരു ആലസ്യം ബാധിച്ചിരുന്നു, മോഹം ബാധിച്ചിരുന്നു, ആയുധങ്ങളൊക്കെ കയ്യിൽ നിന്ന് ഊർന്നു പോയി പരവശതയെ പ്രാപിച്ചിരുന്നു. അവര് ഈ സന്ദർഭം ഭഗവാൻ തങ്ങളുടെയൊക്കെ മുമ്പിൽ വെച്ച് തങ്ങളൊരു സ്വപ്നം കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ രുക്മിണി ദേവിയെ ബലാത്കാരേണ തന്റെ രഥത്തിൽ കയറ്റിക്കൊണ്ട് യാതൊരു കൂസലുമില്ലാതെ തങ്ങളെ പുച്ഛിച്ചുകൊണ്ട് അവിടുന്ന് കടന്നു പോകുന്നത്. അപ്പൊ അത് കണ്ട് സർവേ സുസംരബ്ധാഹ, എല്ലാവരും സുഷ്ടു സംരബ്ധാഹ, സംരംഭം എന്ന് പറഞ്ഞാൽ കോപമാണ്. സംരബ്ധാഹ കോപമുള്ളവരായിട്ട്, കോപിഷ്ഠരായിട്ട്, അപ്പൊ വർദ്ധിച്ച കോപത്തോടു കൂടിയവരായിട്ട്. ദംശിതാഹ, ദംശിതർ എന്ന് പറഞ്ഞാല് പടച്ചട്ടയെല്ലാം ഘടിപ്പിച്ചവരായിട്ട്, അവരുടെ കവചങ്ങളൊക്കെ ഒന്ന് നല്ലോണം മുറുക്കി, ചട്ടയെല്ലാം മുറുക്കി, എല്ലാം രഥത്തിൽ വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഒരു കല്യാണ സന്ദർഭത്തിൽ വന്നിരിക്കുമ്പോൾ, വിവാഹം മറ്റേ മംഗളകർമ്മത്തിനായിരിക്കുമ്പോൾ പടച്ചട്ടയെന്ന് അണിയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതൊക്കെ രഥത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. എന്തായാലും ഇനിയിപ്പോൾ നിവൃത്തിയില്ല, യുദ്ധത്തിന് ഒരുങ്ങുക തന്നെ എന്നാണ് വേഗം രഥത്തിൽ നിന്ന് അവരുടെ പടച്ചട്ടകളെല്ലാം എടുത്ത്, ദംശം എന്ന് പറഞ്ഞാൽ പടച്ചട്ട എന്നർത്ഥമുണ്ട്, കടിപ്പിക്കുന്നത്, ഘടിപ്പിക്കുന്നത്, ശരീരത്തോട് ചേർത്ത് ദംശിക്കുന്നത്, അതാണ് ദംശിതാഹ. പടച്ചട്ടകൾ അണിഞ്ഞ് തയ്യാറായി, സന്നദ്ധരായി, സ്വൈഹി ബലൈഹി പരിക്രാന്താഹ, അവരവരുടെ ബലങ്ങളാൽ, സൈന്യങ്ങളാൽ, പരിക്രാന്താഹ ചുറ്റപ്പെട്ടവരായിട്ട്. പരിക്രമിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റുകയാണ്, പരിക്രാന്തരായിട്ട് എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടവരായിട്ട്. എന്ന് വെച്ചാൽ ഓരോ ദേശത്തു നിന്നും വന്ന, ഇപ്പോൾ ശിശുപാലനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചേതി രാജ്യത്തു നിന്ന് വന്ന സൈന്യം, ജരാസന്ധനാണെങ്കിൽ മഗധയിൽ നിന്ന് വന്ന സൈന്യം, അതുപോലെ സാൽവൻ, ദന്തവക്ത്രൻ മുതലായ ഓരോരുത്തരും അവരവരുടെ ദേശത്തുനിന്ന് കൊണ്ടുവന്ന സൈന്യവുമായിട്ട് പരിക്രാന്തരായിട്ട്. ധൃതകാർമുകാഹ, കാർമുകം എന്നാൽ വില്ലാണ്. ധൃതകാർമുകാഹ, നല്ലതുപോലെ ഞാൻ വലിച്ചു കെട്ടിയ വില്ലോടുകൂടിയവരായിട്ട്, വില്ലുയർത്തിപ്പിടിച്ചവരായിട്ട്. വാഹാൻ ആരുഹ്യ, പലരും വാഹനത്തിൽ നിന്ന് താഴെയൊക്കെ വീണ് കിടക്കായിരുന്നല്ലോ അല്ലേ? അപ്പൊ വാഹാൻ ആരുഹ്യ, ആനയാവാം, രഥമാവാം, കുതിരയാവാം, അവരവരുടേതായിട്ടുള്ള വാഹനങ്ങളിലേക്ക് ആരുഹ്യ, ആരോഹണം ചെയ്തിട്ട്, അന്മിയുഹു, അനുയാനം ചെയ്തു, ഭഗവാന്റെ പുറകെ എന്താ പറയുക, ആക്രമിക്കാനായിക്കൊണ്ട് പിന്തുടർന്നു എന്നർത്ഥം. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ആയുധങ്ങൾ, അവരവരുടെ സൈന്യം, അവരവരുടെ പടച്ചട്ടകൾ എല്ലാമായി അവരവരുടെ വാഹനങ്ങളിൽ കയറി ഭഗവാന്റെ പുറകെ യുദ്ധത്തിനൊരുങ്ങി. ഇതി സർവേ സുസംരബ്ധാഃ വാഹനാരുഹ്യ ദംശിതാഃ സ്വൈർബലൈഃ പരിക്രാന്താഃ അന്വീയുർധൃതകാർമുകാഃ താൻ ആപതത ആലോക്യ യാദവാനീകയൂതപാഃ തസ്തുഃ തൽസമ്മുഖാരാജൻ വിസ്ഫൂർജ്യ സ്വധനൂംഷിതേ. താനാപതത ആലോക്യ യാദവാനീകയൂതപാഃ തസ്തുസ്തൽസമ്മുഖാരാജൻ വിസ്ഫൂർജ്യ സ്വധനൂംഷിതേ. താൻ ആപതതഃ ആലോക്യ, അപ്പൊ ആപതിക്കുന്നവരായ അവരെ, ആപതതഃ ആപതിക്കുക, ചാടി വീഴുക, നേരിട്ട് വരിക എന്നൊക്കെ അർത്ഥം. അപ്പൊ തങ്ങളുടെ നേർക്ക് വരുന്നതായിട്ടുള്ള അവരെ കണ്ടിട്ട്, ആ സൈന്യങ്ങളെ, രാജാക്കന്മാരെ താൻ ആലോക്യ. യാദവ അനീക യൂതപാഹ, യാദവാനീകം യാദവന്മാരുടെ സൈന്യം, അതിന്റെ യൂതപാഹ എന്ന് പറഞ്ഞ നായകന്മാര്, യൂതങ്ങളുടെ പതികൾ. ഓരോ സേനാ നായകന്മാരും ബലരാമസ്വാമിയുടെ നേതൃത്വത്തില് യാദവാനീക യൂതപാഹ തങ്ങളുടെ നേരെ വരുന്നവരെ കണ്ടിട്ട് സ്വധനൂംഷി വിസ്ഫൂർജ്യ, എന്നാ ഞങ്ങളും തയ്യാറാണ് എന്ന മട്ടില് അവരവരുടെ ധനുസ്സുകളെ, വില്ലുകളെ വിസ്ഫൂർജ്യ, ഞാണൊലി ഉണ്ടാക്കിയിട്ട്, സ്ഫൂർജനം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട്, ശത്രുക്കളുടെ മനസ്സിൽ ആ ഞാണൊലിയുടെ ശബ്ദം കൊണ്ട് ഭയം ജനിപ്പിച്ചുകൊണ്ട്, വിസ്ഫൂർജ്യ തൽസമ്മുഖാഃ തസ്തുഃ, തൽസമ്മുഖാഃ ആ ശത്രു രാജാക്കന്മാരുടെ നേർക്ക് തിരിഞ്ഞു നിന്നു.
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുടെ പിന്നാലെ സൈന്യം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? മുന്നോട്ട് നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ തൽ സമ്മുഖാഹ, ഒരു യു ടേൺ അടിച്ചു, റിവേഴ്സ് തിരിഞ്ഞു, എബൌട്ട് ടേൺ എന്ന് പറഞ്ഞ് തിരിഞ്ഞു. തസ്തുഹു, സ്ഥിതി ചെയ്തു. എവിടേക്കും പേടിച്ചോടുകയൊന്നുമല്ല ചെയ്തത്. ആഹാ, എന്നാ പിന്നെ കണ്ടിട്ട് തന്നെ ആവാം. എന്തായാലും നമ്മൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, യുദ്ധം വേണ്ട എന്ന് പറഞ്ഞ് മര്യാദക്കാരായിട്ട് പോകാനിരിക്കുകയായിരുന്നു. നിങ്ങൾ വിടില്ലെങ്കിൽ എന്നാ പിന്നെ കണ്ടിട്ട് പോകാം എന്ന് അല്ലേ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെ തന്നെ ആവശ്യമില്ലാത്ത യുദ്ധം അവര് ചാടി എന്താ പറയുക വരുത്തി തീർക്കുകയാണ് അറിയാം. അപ്പം എന്തായാലും യാദവ സേനാ നായകന്മാരൊക്കെ അവരവരുടെ ആയുധങ്ങളും എടുത്തുകൊണ്ട്, അഥവാ വില്ലെല്ലാം ഞാണൊലി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കുലച്ച് തയ്യാറായിക്കൊണ്ട് ഞങ്ങളും റെഡിയാണ് എന്ന് തിരിഞ്ഞു നിന്നു. തസ്തുഹു, അപ്പോൾ ഓരോരുത്തരും ഏതൊക്കെ വാഹനങ്ങളിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറയാം. അശ്വപൃഷ്ടേ ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദാഃ മുമുചുഃ ശരവർഷാണി മേഘാ അദ്രിഷു അപോയതാം. അശ്വപൃഷ്ടേ ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദാഃ മുമുചുഃ ശരവർഷാണി മേഘാ അദ്രിഷു അപോയതാം. അപ്പോൾ ആദ്യം ആയുധങ്ങൾ പ്രയോഗിക്കുന്നത് ഈ രാജാക്കന്മാരാണ് അല്ലേ. നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആദ്യം പ്രയോഗിക്കുമ്പോഴാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. അങ്ങോട്ട് ആദ്യം ആക്രമിച്ചിട്ടില്ല, പ്രത്യാക്രമണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഓരോ ദിവസവും. അപ്പോൾ അതുപോലെ ഇവിടെ ആദ്യം ആക്രമിച്ചത് ഈ സൈന്യങ്ങളാണ്, ശിശുപാലന്റെയും ജരാസന്ധന്റെയും സൈന്യങ്ങളാണ്. അവരേതൊക്കെ വാഹനങ്ങളിൽ ഇരുന്നു കൊണ്ട് അസ്ത്രങ്ങളെ മോചിപ്പിച്ചു എന്ന് പറയുന്നത്. അശ്വപൃഷ്ടേ, ചിലർ കുതിരപ്പുറത്തിരുന്നു കൊണ്ട്, ഗജസ്കന്ധേ, ചിലർ ആനയുടെ തോളിലിരുന്നു കൊണ്ട്, രഥോപസ്ഥേ, ചിലർ രഥത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട്, തേരിലിരുന്നു കൊണ്ട്, കോവിദാഹ, അവര് നല്ല സമർത്ഥന്മാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്, ആരും മോശക്കാരൊന്നുമല്ല. ജരാസന്ധനും ശിശുപാലനും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊന്നും മോശക്കാരല്ല. അവരെല്ലാം എന്ത് ചെയ്തു? അദ്രിഷു മേഘാഹ അപഹയത ശരവർഷാണി മുമുചുഹു, ശരവർഷങ്ങളെ മോചിപ്പിച്ചു. ശരങ്ങളെ വർഷം പോലെ മഴ പോലെ പെയ്തു എന്നർത്ഥം. ഏതുപോലെ? അദ്രിഷു മേഘാഹ അപഹയത, അദ്രിഷു പർവ്വതങ്ങളിൽ, മേഘാഹ മേഘങ്ങൾ, അപഹയത വെള്ളം എന്ന പോലെ. അപ്പോൾ പർവ്വതങ്ങളുടെ മുകളിൽ മേഘങ്ങൾ മഴ പെയ്യുന്ന പോലെ വർഷത്തേക്ക് യാദവ സൈന്യത്തിന്റെ ശരവർഷം ചെയ്തു എന്ന് പറയണം. അപ്പൊ ഇവിടെ യാദവ സൈന്യത്തെ പർവ്വതങ്ങളോടാണ് ഉപമിച്ചത്. അഥവാ രാമകൃഷ്ണന്മാരാണ് അതിൽ കൊടുമുടി പോലെ നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങൾ. അവരെ ബാധിക്കുമോ? പർവ്വതങ്ങളിൽ മഴ പെയ്താൽ ആ വെള്ളമൊക്കെ വേസ്റ്റായി പോവുകയുള്ളൂ, ഒഴുകി പോവുകയുള്ളൂ. പർവ്വതങ്ങളെ കുലുക്കാനോ പർവ്വതങ്ങളെ അലിയിക്കാനോ ഇളക്കാനോ ഒന്നിനും മഴയ്ക്ക് ശക്തിയില്ല. അപ്പം അതുപോലെ ഈ യാദവ സൈന്യം, പ്രത്യേകിച്ച് ബലരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും പർവ്വതങ്ങളെപ്പോലെ നിന്നുകൊടുത്തു. ഒരു അഞ്ജന പർവ്വതവും ഒരു മേരു പർവ്വതവും പോലെ അല്ലേ. ബാക്കി സാത്യകി മുതലായിട്ടുള്ള യാദവ പ്രമുഖരൊന്നും മോശക്കാരല്ല, എല്ലാവരും ശക്തന്മാരാണ്. അപ്പം അവരൊക്കെ പർവ്വതം പോലെ ഇളകാതെ നിന്നു. അവരുടെ മേലെ ഇവർ വൃഥാ വ്യായാമം ചെയ്തു എന്നർത്ഥം. എന്ന് വെച്ചാൽ അതിനെയൊക്കെ തിരിച്ച് അടിച്ചുവിടും, അവരുടെ മേലെ പതിക്കാതെ. നമ്മുടെ പാകിസ്ഥാൻ ഡ്രോണുകൾ കൊണ്ടും മിസൈലുകൾ കൊണ്ടും ഭാരതത്തെ ആക്രമിച്ചപ്പോൾ എങ്ങനെയാണോ നമ്മുടെ സുദർശനം അതിനെയൊന്നും ഭാരതത്തെ ബാധിക്കാതെ ന്യൂട്രലൈസ് ചെയ്തത്, അതുപോലെ ഇതെല്ലാം ന്യൂട്രലൈസ്ഡ് ആയി എന്ന് പറയാം. അശ്വപൃഷ്ടേ ഗജസ്കന്ധേ രഥോപസ്ഥേ ച കോവിദാഃ മുമുചുഃ ശരവർഷാണി മേഘാ അദ്രിഷ്വപോയധാം. പത്യുർബലം ശരാസാരൈഃ ഛന്നം വീക്ഷ്യ സുമധ്യമാ സവ്രീഡമൈക്ഷത്തദ്വക്ത്രം ഭയവിഹ്വലലോചനാ. പത്യുർബലം ശരാസാരൈഃ ഛന്നം വീക്ഷ്യ സുമധ്യമാ
സവ്രീഡമൈക്ഷത്തദ്വക്ത്രം ഭയവിഹ്വലലോചന. ദേവി ആ സുമധ്യമാ നല്ല മനോഹരമായ ഉദരപ്രദേശം മധ്യപ്രദേശത്തോടുകൂടിയവളായ രുക്മിണീ ദേവി എന്തായി? പത്യുഹു ബലം ശരാസാരൈഹി ഛന്നം വീക്ഷ്യ. പത്യുഹു എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ, തൻ്റെ പതിയുടെ, തൻ്റെ രക്ഷകനായ കൃഷ്ണന്റെ ബലം സൈന്യം ശര ആസാരൈഹി ഛന്നം വീക്ഷ്യ. ശര ആസാരം എന്ന് പറഞ്ഞാൽ മഴ, വൃഷ്ടി എന്നൊക്കെ അർത്ഥം. ശരാസാരം ശരവൃഷ്ടി. ആ ശരവൃഷ്ടി കൊണ്ട് ഛന്നം എന്ന് പറഞ്ഞാൽ മൂടപ്പെട്ടതായിട്ട് അത്രയും വൃഷ്ടി കണക്കെയാണ് സൈന്യങ്ങളെല്ലാം കൂടിയിട്ട് ഈ യാദവ സൈന്യത്തിന്റെ നേരെ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. അപ്പൊ ഇങ്ങനെ തൻ്റെ ഭർത്താവിന്റെ സൈന്യം ശത്രു സൈന്യത്താൽ അസ്ത്രങ്ങളെ കൊണ്ട് മൂടപ്പെട്ടത് കണ്ടിട്ട് വീക്ഷ്യ സവ്രീഡം ഐക്ഷത് തദ്വക്ത്രം ഭയവിഹ്വലലോചന. ദേവിയുടെ ലോചനം ഭയം കൊണ്ട് വിഹ്വലം. ഈ രാജാക്കന്മാർ ഒരുപാട് പേരുണ്ട്, വളരെ ശക്തന്മാരാണ്. ജരാസന്ധനും ശിശുപാലനും അതുപോലെ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള രുഗ്മിയും ദന്തവക്ത്രൻ, സാൽവൻ മുതലായിട്ടുള്ളവരൊക്കെ ഏട്ടന് സഹായികളായിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ശക്തന്മാരാണ്, എണ്ണത്തിൽ കൂടുതലുണ്ട്, തിണ്ണമെടുക്കുന്നുണ്ട്, അല്ലേ, എല്ലാം തികഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് ഭയവിഹ്വല ലോചന. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള ഭയമുള്ളിലുണ്ട്. ആർക്കാണ് നാശമുണ്ടാവുക? എന്തായാലും ക്ഷത്രിയ വംശങ്ങളാണ് രണ്ടും, മോശമില്ലാതെ ശക്തിയുള്ളവരായിട്ടുള്ള ആളുകളാണ്, കൊന്നൊടുക്കും പരസ്പരം. അപ്പം അതുകൊണ്ട് തന്നെ ഭയമുണ്ട്. വിറയ്ക്കുന്ന ലോചനങ്ങളോടുകൂടി സവ്രീഡം, അല്പം ലജ്ജയുമുണ്ട്, നാണക്കേടുണ്ട്. തൻ്റെ ആളുകൾ തന്നെ രക്ഷിക്കാൻ വന്ന തൻ്റെ പ്രിയതമനായ ഭഗവാനെ, വരനെ പൂജിക്കാതെ ഇങ്ങനെ നിന്ദിക്കുന്നു, ഇങ്ങനെ ആക്രമിക്കുന്നുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ, താൻ കാരണം ഭഗവാൻ ഇത്രയും കഷ്ടപ്പാടുണ്ടായല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ വ്രീഡ ഉണ്ട്. പിന്നെ വിവാഹത്തിൻ്റെതായിട്ടുള്ള ഒരു താൻ കാരണം താൻ ഇങ്ങനെ എടുത്തു ചാടി വന്നൂലോ എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ചിന്തകളൊക്കെ വരും. അതൊക്കെ കൊണ്ടുള്ള വ്രീഡ. ആ വ്രീഡയോടുകൂടെ, ലജ്ജയോടുകൂടെ തദ്വക്ത്രം ഐക്ഷത്, ഭഗവാന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ലജ്ജയോടും ഭയത്തോടും വിഹ്വലതയോടും ദൈന്യത്തോടും നോക്കിയിട്ട് എന്താ ഇനിയിപ്പോൾ ചെയ്യുക എന്ന മട്ടില്. അപ്പോൾ ഭഗവാൻ അവളെ ആശ്വസിപ്പിക്കുന്നു, രുക്മിണീ ദേവിയെ ആശ്വസിപ്പിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ ആശ്വസിപ്പിക്കുന്നു. പ്രഹസ്യ ഭഗവാനാഹ മാസ്മഭൈർവാമലോചനേ വിനശ്യത്യധുനൈവൈതത് താവകൈ ശാസ്ത്രവംബലം. പ്രഹസ്യ ഭഗവാനാഹ മാസ്മഭൈർവാമലോചനേ വിനശ്യത്യധുനൈവൈതത് താവകൈ ശാസ്ത്രവംബലം. അപ്പോൾ ഭഗവാൻ പ്രഹസ്യ ഭഗവാൻ ആഹ, ഭഗവാൻ പ്രഹസ്യ ചിരിച്ചുകൊണ്ട്, ഏത് സിറ്റുവേഷനിലും ചിരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഭാവം. അത് ഭഗവാന്റെ ആ ഒരു സർവശക്തി മത്വത്തെ, സാമർത്ഥ്യത്തെ, കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ അറിയുകയും ചെയ്യാം സർവജ്ഞനായതുകൊണ്ട്. അത് നടപ്പിൽ വരുത്താനുള്ള ശക്തിയുമുണ്ട് സർവശക്തനായതുകൊണ്ട്. അപ്പം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു തരത്തിലുള്ള ചാഞ്ചല്യവുമില്ല. നല്ല വിശ്വാസത്തോടുകൂടെ ചിരിച്ചുകൊണ്ട്, ദേവിയെയും ആശ്വസിപ്പിക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട്, ഇത്രയല്ലേ ഉള്ളൂ, പേടിക്കാനൊന്നുമില്ല എന്ന് നിസ്സാരമായി കണക്കാക്കി പ്രഹസ്യ ഭഗവാനാഹ. എന്താ പറയണ? ഹേ വാമലോചനേ, സുന്ദരമായ കണ്ണുകളോടുകൂടിയവളെ. എന്നുവെച്ചാൽ ഈ ഭയചകിതയായിരിക്കുന്ന ദേവിയുടെ കണ്ണുകൾ മാൻപേടയുടെ കണ്ണുകൾ പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ മാൻപേടയുടെ കണ്ണുകൾ പോലെയുള്ളതാണ്. ഇതിപ്പോൾ ഭയചകിതയും കൂടിയാവുമ്പോൾ ഒന്നുകൂടെ ഒരു സൗന്ദര്യം കൂടും, അല്ലേ? മാനുകൾ ആക്രമണം ഉണ്ടാകുമ്പോൾ, വ്യാഘ്രാദികളൊക്കെ ആക്രമിക്കുമ്പോൾ എങ്ങനെ ഭയചകിതരായിട്ട് കണ്ണുകൾ പെടയും, കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രക്ഷയ്ക്ക് വേണ്ടി നോക്കും. അപ്പം അതുപോലെ ദേവിയുടെ ആ ഭയവിഹ്വല ലോചനയായിട്ടുള്ള ദേവിയെ കാണുമ്പോൾ കണ്ണുകൾക്ക് സൗന്ദര്യം വർദ്ധിച്ചിരിക്കുന്നു. ആ ലജ്ജയും എല്ലാം കൂടി കാണുമ്പോൾ നല്ല ചന്തം. അപ്പോൾ ഭഗവാൻ അതിനെ ഒരു നല്ലൊരു പേരാക്കി മാറ്റി വാമലോചനേ.
വാമമായ അഥവാ സുന്ദരമായ ലോചനങ്ങളോട് കൂടിയവളെ, കണ്ണുകളോട് കൂടിയവളെ, ശ്രേഷ്ഠങ്ങളായ കണ്ണുകളോട് കൂടിയവളെ, മാസ്മ ബൈഹി, മാ ബൈ സ്മ, മാ അരുത്, ഭൈഹി ഭയപ്പെടുക, സ്മ അപ്പോൾ അരുത് ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയപ്പെടരുത് എന്നർത്ഥം. പേടിക്കേണ്ട ആവശ്യമില്ല, ഡോൺ വറി എന്ന് പറഞ്ഞുകൊണ്ട് ഹേ വാമലോചനെ, എന്താ സംഭവിക്കാൻ പോകുന്നത്? വിനശ്യതി അധുനായേവ ഏതത് താവകൈഹി ശാസ്ത്രവം ബലം. വിനശ്യതി അധുനായേവ, അധുനായേവ വിനശ്യതി, ഇപ്പൊ തന്നെ നശിക്കും. എന്ത് നശിക്കും? ശാസ്ത്രവം ബലം, ശത്രുക്കളെ സംബന്ധിച്ച സൈന്യം. ആരാൽ? താവകൈഹി, താവകൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞു. വാസ്തവത്തിൽ അല്പനിമിഷം മുമ്പ് വരെ ദേവിയുടെ താവകം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരന്റെ, തൻ്റെ രാജ്യത്തെ സൈന്യമാണ്. പക്ഷെ ദേവി ഭഗവാനെ വരിച്ചതോടുകൂടി ഭഗവാന്റെ സൈന്യം, യാദവ സൈന്യം ആരുടെ സൈന്യമായി? രുക്മിണിയുടെ സൈന്യമായി. അതാണ് രുക്മിണിയോടാ പറഞ്ഞ്, നിന്റെ സൈന്യം നമ്മുടെ ശത്രുക്കളുടെ സൈന്യത്തെ ഇപ്പൊ നശിപ്പിക്കും, പേടിക്കണ്ടെന്ന്. അപ്പോൾ തന്റെ യാദവ കുലം, യാദവ സൈന്യം എല്ലാം ഇപ്പൊ രുക്മിണി ദേവിയുടെ സ്വന്തമായി കഴിഞ്ഞു. ഇനി അന്യമായി കണക്കാക്കാൻ പാടില്ല. ഇനി മറ്റേത് ശത്രുക്കളാണ് എന്നാ. താൻ വരുന്ന തന്റെ രാജ്യത്തെ ഭടന്മാരെല്ലാം, ആ സൈന്യമെല്ലാം ഇപ്പൊ ശത്രുപക്ഷത്താണ്. അതുകൊണ്ട് അവരെ ശത്രുക്കളായി കാണുക, അവിടുന്ന് മനസ്സ് വിടുക. ഇപ്പോ നമ്മുടെ ഭാഗത്തേക്ക്, ഇതാണ് നിന്റെ കുടുംബം, ഇതാണ് നിന്റെ കുലം, ഇതാണ് നിന്റെ സൈന്യം എന്ന് നീ ഉടനെ ഇവിടേക്ക് താതാത്മ്യം പ്രാപിച്ചോളൂ എന്ന് ഭഗവാൻ ആ ഒരു എന്താ പറയുക, നിന്റെ എന്ന് പറയുമ്പോൾ നിന്റെ കുലം എന്ന് പറഞ്ഞ് ഈ വംശത്തെ അല്ലെങ്കിൽ ഈ സൈന്യത്തെ രുക്മിണിയുടെ ഇതാക്കി ആ താതാത്മ്യം കൊടുത്ത് ധൈര്യം കൊടുത്തു. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ ആ നിമിഷം തുടങ്ങി പെൺകുട്ടികൾക്ക് ഇതുപോലെ ധൈര്യം കൊടുക്കണം. ഓരോരുത്തരും വീട്ടിൽ ചേർന്നവരെല്ലാം, ഭർത്താവും അതെ, ഭർത്താവിൻ്റെ അമ്മയും അച്ഛനും സഹോദരങ്ങളും എല്ലാവരും ബന്ധുക്കളും ഒക്കെ ഈ വരുന്ന കുട്ടിയെ, ഇത് നീ നിന്റെ വീടാണ്, ഞങ്ങളൊക്കെ നിന്റെ സ്വന്തം ആൾക്കാരാണ്, ഇനി ഞങ്ങളാണ് നിന്റെ സ്വന്തം, ഇതെല്ലാം നിനക്ക് സ്വന്തമാണ് എന്ന് ഒരു അറ്റ് ഹോം ഫീലിംഗ് ഉണ്ടാക്കണം. അല്ലാതെ ഒരു അന്യനെ പോലെ നോക്കരുത്, അങ്ങനെ പെരുമാറരുത്. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഉടനെ തന്നെ അവിടുന്ന് ഓടാൻ നോക്കും കുട്ടികൾ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി. കാരണം തനിക്ക് ഒരു മാനസികമായിട്ട് ഇണങ്ങിച്ചേരാൻ പറ്റുന്നില്ല, സ്വസ്ഥതയുണ്ടാകുന്നില്ല, തനിക്ക് എന്ന് പറഞ്ഞൊരു സ്പേസ് ഇല്ല, അവിടെ ഒരു സ്വാതന്ത്ര്യമില്ല, എന്തു തൊട്ടാലും പ്രശ്നം. കാരണം ഇതെല്ലാം മുമ്പ് ആരൊക്കെയോ ഓക്കുപൈ ചെയ്തിരുന്നതാണ്. അപ്പോൾ അവർ പറയും അത് എൻ്റേതാണ്, അത് തുടരുത്, ഇത് തുടരുത്, അവിടെ തുടരുത്. ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന കുട്ടികളെ അകറ്റിക്കൊണ്ടിരിക്കും അവരുടെ മനസ്സിൽ നിന്ന്. അപ്പോൾ പിന്നെ ഈ വീട് തൻ്റേതല്ല, ഇത് താനിവിടെ അന്യനാണ് എന്നുള്ളൊരു ചിന്ത ഉറയ്ക്കും. അതുണ്ടായാൽ തീർച്ചയായിട്ടും എത്ര വേഗം കുട്ടി രക്ഷപ്പെട്ടു എന്ന് നോക്കിയാൽ മതി. ഇന്നത്തെ തലമുറയിൽ ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് അതിന് ഇടയില്ലാതെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടത്. ശ്രമിക്കുകയല്ല, ഒന്നാണെന്ന് ബോധ്യം വരുത്തണം. ഈ എന്താ പറയുക, ന്യൂക്ലിയർ കുടുംബങ്ങളിൽ നിന്ന് കൂട്ടുകുടുംബത്തിലേക്ക് തിരിച്ചു പോകണം നമ്മളെ ശാക്തീകരിക്കാനായിക്കൊണ്ട്. ഹിന്ദു സമൂഹം, ഹിന്ദു കുടുംബങ്ങളെ ശാക്തീകരിക്കാനായിക്കൊണ്ട് കൂട്ടുകുടുംബങ്ങളിലേക്ക് തിരിച്ചു പോകണം. അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക, എല്ലാ സംസ്കാരവും നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുക. മറ്റത് എല്ലാ ദോഷങ്ങളുമാണ് ന്യൂക്ലിയർ ഫാമിലികളിലുള്ളത്. ഒരുപാട് ദോഷങ്ങൾ എണ്ണി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അനുഭവമാണ്. എന്നേക്കാൾ നിങ്ങൾക്കാണ് അനുഭവം, അല്ലേ? എല്ലാവരും ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയാണ്. അത് മാറി എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂടെയുണ്ട്, എന്തിനും ഒരു തോളുണ്ട് ചായാൻ, എന്തെങ്കിലും
സങ്കടം വന്നാൽ കണ്ണീരൊപ്പാൻ ആശ്വസിപ്പിക്കാൻ ചുറ്റും ആളുകളുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് പരസ്പരം വർദ്ധിപ്പിക്കേണ്ടത്. നമ്മുടെ കുട്ടികളെ പുറത്തു വിടാതെ, നമ്മുടെ ധനം പങ്കുവെക്കപ്പെടാതെ, വിൽക്കപ്പെടാതെ ഭൂമിയും സ്വത്തും എല്ലാം സംരക്ഷിക്കാനായിക്കൊണ്ട് കൂട്ടുകുടുംബങ്ങളാണ് ഉത്തമം. അത് സാധിക്കുമെങ്കിൽ സാധിക്കുന്നവരെങ്കിലും തിരിച്ചു കൊണ്ടുവരിക. ഒരുപാട് കൈവിട്ടു പോയി. ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലാണ് ഇങ്ങനെ വന്നു പെട്ടത്. മറ്റ് ഈ രാജ്യം പിടിച്ചടക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മതങ്ങൾക്ക്, ആ മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ആ പ്രശ്നം വലുതായിട്ടില്ല. അവർ എത്ര പേരുണ്ടെങ്കിലും വീട് വലുതാക്കും. വലിയ വീടുകൾ പണിത്, വലിയ വലിയ കോട്ട പോലെയുള്ള വീടുകൾ പണിത് അതിൽ ചിലപ്പോൾ എന്താ പറയുക 50-60 ആൾക്കാരുണ്ടാവും. നിങ്ങൾ മലപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കൂ. വലിയ വലിയ കൊട്ടാരം പോലെയുള്ള വീടുകളാണ് അവർ സമ്പാദിക്കേണ്ടത്. അവരെല്ലാവരും കൂടി ഒന്നിച്ചാ സമ്പാദിക്കുന്നത്. രാവും പകലും ഇല്ലാതെ അവർ സമ്പാദിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ്, നമ്മൾ കുറ്റം പറയാനല്ല. പക്ഷെ അവരുടെ എംപവർമെന്റ് അങ്ങനെയാണ്. ആർക്ക് എന്തൊരു അസുഖം വന്നാലും കൊണ്ടുപോകാനും, ഡോക്ടറെ അടുത്ത് പോയി കാവൽ കിടക്കാനും, ആശുപത്രിയിൽ കിടക്കാനും, രക്തം കൊടുക്കാനും, ധനം പെട്ടെന്ന് സംഘടിപ്പിക്കാനും എല്ലാം ആളുകളുണ്ട്. ഇത് ഒറ്റയ്ക്കായി കഴിഞ്ഞിട്ട് എന്താ പറയുക, ആരോടും മിണ്ടൂല്ല, ദുരഭിമാനം കൊണ്ട് ഒന്നും തുറന്നു പറയൂല്ല. അങ്ങനെ കടങ്ങൾ വാങ്ങിച്ച് കടത്തിൽ മുഴുകി കഷ്ടപ്പെടുക, ആത്മഹത്യ ചെയ്യുക, ഇതാണ് ഹിന്ദു സമൂഹം ചെയ്യുന്നത്. ഒരു കച്ചവട സ്ഥാപനം ഉണ്ടെങ്കിൽ, അച്ഛൻ തുടങ്ങിയതാണെങ്കിൽ 2-3 ആൺമക്കളുണ്ടെങ്കിൽ അവരതിനെ പിരിക്കും. എന്നിട്ട് എന്താ പറയുക, ഒരു ഷോപ്പിന്റെ നടുവിൽ കൂടെ ചുമര് കിട്ടും. എന്നിട്ട് അതിനെ 2 ആക്കും. എന്നിട്ട് 2 പേരും തമ്മിൽ മത്സരിക്കും. ഒരേ കച്ചവടം തന്നെ 2 പേരും തമ്മിൽ മത്സരിക്കുകയാണ്. എത്രയോ നമ്മൾ കാണുന്നുണ്ട്. അത് നേരെ മറിച്ച് 2 പേരും കൂടി ഇതിനെ വലുതാക്കാൻ ശ്രമിച്ചാലോ, ഈ ഉള്ള കച്ചവടത്തെ ഒരാള് ഷോപ്പിൽ നിൽക്കുമ്പോൾ വേറൊരാൾ പുറത്ത് മാർക്കറ്റിങ്ങിനോ പർച്ചേസിങ്ങിനോ ഒക്കെ പോകാൻ പറ്റും. ഒരാൾ പകൽ നിൽക്കുമ്പോൾ ഒരാൾ രാത്രി നിൽക്കാം. ഏത് കച്ചവടമാണെങ്കിലും കുറെ കൂടി സമയം കൂടുതൽ അതിനുപയോഗിക്കാം. നമ്മുടെ ഏത് ടൗണിൽ പോയാലും ഹിന്ദുക്കളുടെ കടയൊക്കെ 8 മണിക്ക് മുമ്പേ അടച്ച് പുരുഷന്മാർ വീടുകളിൽ എത്തിയിട്ടുണ്ടാവും. എന്താ കാരണം വെച്ചാൽ ഭാര്യ വിളിയാണ്, സ്വൈരം കൊടുക്കില്ല. അപ്പം അയാൾ വേഗം പൂട്ടിയിട്ട് 7:30-8 മണിയാകുമ്പോഴേക്കും പോവും. മറ്റുള്ളവരുടെ കട നോക്കൂ, രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ടിട്ട് 12 മണിയായാലും തുറന്നിരിപ്പുണ്ടാവും. അപ്പോഴാണ് നല്ല കച്ചവടം. ഇതൊക്കെ നിങ്ങൾ കാണണം. അപ്പം ഇതൊക്കെ എന്തുകൊണ്ടാണ്? അവർക്ക് കൂട്ടുകുടുംബം ആയതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. അവരൊറ്റയ്ക്കല്ല. അപ്പം അതിന് വളർത്ത് ദോഷം ആണിതൊക്കെ. അച്ഛനമ്മമാർക്ക് വിവരമില്ലാത്തത് കൊണ്ട് സ്വാർത്ഥത വർദ്ധിച്ചു വന്ന് വളർത്തു ദോഷമാണ്. വിവരക്കേട് തന്നെയാണ് സ്വാർത്ഥത വർദ്ധിക്കാൻ കാരണം. അത് എന്നെങ്കിലും മാറിയില്ലെങ്കിൽ അധികം താമസമില്ല ഈ കേരളത്തിൽ നിന്ന് കാശ്മീരികളെ എങ്ങനെ ഓടിച്ചു വിട്ടുവോ, കാശ്മീരി പണ്ഡിറ്റുകളെ അവിടുന്ന് 1990-ൽ എങ്ങനെ പലായനം ചെയ്യേണ്ടി വന്നോ, വീടെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, അതേ രീതിയിൽ നമ്മൾ എത്രയും വേഗം പെട്ടിയൊക്കെ തയ്യാറാക്കി വെച്ചോളാം. എവിടേക്കാ പോകേണ്ടതെന്ന് പോലും അറിയില്ല. ഇപ്പോൾ എല്ലായിടെയും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വടക്കേന്ത്യയിൽ ഇപ്പോൾ കുറച്ചൊരാശ്വാസമുണ്ട്. അവിടേക്കും വളർന്നു വരുന്നുണ്ട് ജനസംഖ്യ വർധനവ്. എല്ലായിടെയും വ്യാപിക്കുന്നുണ്ട്. എത്ര കാലം എന്ന് മാത്രമേ ഉള്ളൂ. 2047 ഞങ്ങളുടെ ടാർഗറ്റ്. അതിനു മുമ്പേ സാധിക്കുമോ നോക്കുകയാണ്. അത് സാധിക്കില്ല, പലപ്പോഴും തടസ്സങ്ങൾ വരുന്നു അല്ലേ? അത് ചിന്തിക്കുക. ഈ പെൺകുട്ടികൾക്ക് ഒരു സ്നേഹവും കരുതലും സുരക്ഷിതത്വവും സ്വന്തമാണെന്നുള്ള തോന്നലും ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ
ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഇതൊക്കെ ഭയന്നിട്ടാണ് കല്യാണം കഴിക്കാൻ താല്പര്യമേ ഇല്ല. ഒരു പെൺകുട്ടിക്കും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അഥവാ കഴിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളാവുകയും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ചിന്തിക്കുക, ചിന്തിക്കുക, ചിന്തിക്കുക. ചിന്തിച്ചാൽ മാത്രം പോരാ, ഏതൊക്കെ രീതിയിൽ പരിഹാരം കാണാൻ കഴിയും എന്ന് ചിന്തിക്കുക. അല്ലെങ്കിൽ ഈ ഹിന്ദു സമൂഹത്തിന് കേരളത്തിൽ അധിക താമസമില്ല. ഓണവും വിഷുവും തിരുവാതിരയും ഗുരുവായൂരും ശബരിമലയും പത്മനാഭസ്വാമിയൊന്നും അധിക കാലം ആസ്വദിക്കാൻ പറ്റില്ല. വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, യാഥാർത്ഥ്യം നിങ്ങൾക്കൊക്കെ കണ്ണു തുറന്നാൽ കാണാം. അപ്പം എന്തായാലും ഭഗവാൻ ആശ്വസിപ്പിച്ചു, ഭയപ്പെടണ്ട. മാസ്മഭൈർ വാമലോചനേ, വാമലോചനേ ഭയപ്പെടേണ്ട. വിനംശതി അധുനായേവ ഏതത് താവകൈ ശാസ്ത്രവമ്പലം. ശത്രുക്കളെ സംബന്ധിച്ച സൈന്യം നിന്റെ സൈന്യത്താൽ, നിന്റെ സൈന്യം യാദവ സൈന്യമാണ്, ഈ സൈന്യത്താൽ അധുനായേവ വിനംശതി, ഇപ്പൊ തന്നെ നശിക്കും എന്ന് ഭഗവാൻ ആശ്വസിപ്പിച്ചു. അപ്പൊ എതിരാളികള്, ശത്രുക്കള് എത്ര നിസ്സാരന്മാരാണ് ഭഗവാനെ സംബന്ധിച്ച് എന്നുള്ള ഭാവവും കൂടി പ്രകടിപ്പിച്ച് ദേവിക്ക് അതുതന്നെ വലിയ വിശ്വാസമായി. തേഷാം തദ്വിക്രമം വീരാ ഗതസംഘർഷണാദയഃ അമൃഷ്യമാണാ നാരാചൈഃ ജഗ്നുഃ ഹയഗജാൻ രഥാൻ. തേഷാം തദ്വിക്രമം വീരാ ഗതസംഘർഷണാദയഃ അമൃഷ്യമാണാ നാരാചൈഃ ജഗ്നുഃ ഹയഗജാൻ രഥാൻ. ഇപ്പോ വീരാഹ ഗതസംഘർഷണാദയഃ തേഷാം തദ്വിക്രമം അമൃഷ്യമാണാഹ നാരാചൈഃ ഹയഗജാൻ രഥാൻ ജഗ്നുഃ. ഇവിടുന്നും കൃഷ്ണപക്ഷത്തു നിന്നും പ്രത്യാക്രമണം ഉണ്ടായി എന്ന് പറയണം. അപ്പൊ വീരാഹ ഗതസംഘർഷണാദയഃ, വീരന്മാരായ ഗതനും സംഘർഷണനും ആദികൾ മറ്റുള്ളവരും. സംഘർഷണൻ ഭഗവാന്റെ ജ്യേഷ്ഠനാണ്, ഗതൻ അനുജനാണ്. അപ്പോൾ ജ്യേഷ്ഠാനുജന്മാർ രണ്ടുപേര്, അതുപോലെ അവരുടെ സൈന്യവും. ആദയഃ വീരാഹ തേഷാം തദ്വിക്രമം അമൃഷ്യമാണാഹ, തേഷാം ആ മറ്റുള്ള ശത്രു സൈന്യത്തിന്റെ, ജരാസന്ധ ശിശുപാലാദികളുടെ സൈന്യത്തിന്റെ തദ്വിക്രമം, അവരുടെ ആ പരാക്രമം, അവരുടെ ആക്രമണം, അമൃഷ്യമാണാഹ സഹിക്കാത്തവരായിട്ട് എന്നർത്ഥം, അമർഷത്തോടു കൂടിയവരായിട്ട്. നാരാചൈഹി, നാരാചം എന്ന് പറഞ്ഞാൽ അസ്ത്രം, നാരാചൈഹി അസ്ത്രൈഹി ബാണൈഹി ഹയഗജാൻ രഥാൻ ജഗ്നുഹു, ശത്രുപക്ഷത്തുള്ള ഹയങ്ങൾ, ഗജങ്ങൾ, രഥങ്ങൾ ഇവയെല്ലാം കൂട്ടം കൂട്ടമായിട്ട് ജഗ്നുഹു, ജഗ്നുഹു പ്രഹരിച്ചു, ഹനിച്ചു. അപ്പോൾ അസ്ത്രങ്ങളെ കൊണ്ട് അവരുടെയൊക്കെ ശത്രു സൈന്യത്തിലെ കുതിരകള്, ആനകള്, രഥങ്ങള് എന്നിവയൊക്കെ നശിപ്പിച്ചു. അതുപോലെ ശത്രു സൈന്യത്തിന്റെ ആളുകളുടെ തലകൾ മുറിച്ചു വീഴ്ത്തുന്നു അടുത്ത ശ്ലോകങ്ങളിൽ. തലകൾ മാത്രമല്ല, അവയവങ്ങളൊക്കെ. വേദുശിരാം സിരധിനാം അശ്വിനാം ഗജിനാം ഭുവി സകുണ്ടല കിരീടാനി സോഷ്ണീഷാണി ച കോടിശഃ. വേദുശിരാം സിരധിനാം അശ്വിനാം ഗജിനാം ഭുവി സകുണ്ടല കിരീടാനി സോഷ്ണീഷാണി ച കോടിശഃ. വരദിനാം അശ്വിനാം ഗജിനാം സകുണ്ടല കിരീടാനി സോഷ്ണീഷാണി ശിരാംസി കോടിശഃ ഭുവി പേതുഹു. ഭുവി പേതുഹു എന്താ? ഭൂമിയിൽ പതിച്ചു. എന്താ പതിച്ചത്? ശിരാംസി ശിരസ്സുകൾ. എത്ര കണക്കിന്? കോടിശഃ. കോടിശം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് എന്ന് പറഞ്ഞാൽ ഇവിടെ അസംഖ്യം എന്നുള്ള അർത്ഥത്തിലാണ്. സഹസ്രശഃ, ശതശഃ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇവിടെ കോടിശഃ എന്ന് പ്രയോഗിച്ചു. 100 കണക്കിന്, 1000 കണക്കിന് എന്നൊക്കെ അർത്ഥത്തില്
അവിടെ ശിരസ്സുകൾ പതിച്ചു. ആരുടെ? രഥിനാം. രഥി എന്ന് പറഞ്ഞാൽ രഥത്തിലിരിക്കുന്നവൻ, രഥത്തിന്റെ സ്വാമി. അപ്പൊ രഥത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരുടെയും അശ്വിനാം. അശ്വി എന്ന് പറഞ്ഞാൽ അശ്വമുള്ളവൻ അശ്വി, കുതിരയുള്ളവൻ, കുതിരപ്പുറത്തിരിക്കുന്നവൻ അശ്വി. ആ അശ്വികളുടെയും, അതുപോലെ ഗജിനാം. ഗജമുള്ളവൻ ഗജി, ഗജത്തിലിരിക്കുന്നവൻ ഗജി. വനമാലി, ഗതി, ശാർങ്കി എന്ന് പറയും പോലെ അശ്വി, രഥി, ഗജി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ എന്നർത്ഥം. അതിലിരിക്കുന്നവർ, അവരുടെയൊക്കെ സകുണ്ടല കിരീടാനി, കാതിലെ ആഭരണങ്ങളായ കുണ്ടലങ്ങളും കിരീടങ്ങളോടും കൂടിയ ശിരസ്സുകൾ. അതുപോലെ സോഷ്ണീഷാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിരീടം ഉണ്ടാവില്ല, ഭടന്മാർക്കൊക്കെ ഉഷ്ണീഷമാണ് ഉണ്ടാവുക. ഉഷ്ണീഷം എന്ന് പറഞ്ഞാൽ തലപ്പാവ്, പലതരത്തിലുള്ള തലപ്പാവുകൾ ഉണ്ടാവും, അല്ലെ? ഹെൽമറ്റുകൾ പോലെയുള്ള ചെറിയ കവചങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ ഉഷ്ണീഷം എന്ന് പറയും. അപ്പൊ തലപ്പാവുകൾ, ചെറിയ കവചങ്ങൾ, അതെല്ലാം ഉള്ള ശിരസ്സുകൾ. അപ്പൊ ശിരസ് നല്ല അലങ്കാരത്തോടു കൂടിയിട്ടാണ് വീഴുന്നത്. അതൊന്നും എടുത്തു മാറ്റാനുള്ള സമയമൊന്നുമില്ലല്ലോ. ഞാൻ എൻ്റെ കിരീടം മാറ്റി വയ്ക്കട്ടെ എന്നിട്ട് തല മാത്രം വീഴട്ടെ എന്ന് ആരും പറയില്ല. തല പോയി കഴിഞ്ഞാൽ അതോടുകൂടി ഇതെല്ലാം കൂടിയിട്ടാണ് വീഴുന്നത്. അപ്പൊ നല്ല ചന്തത്തിലാ വീണ് കിടക്കുന്നത് എന്ന് പറയാം. അപ്പൊ അങ്ങനെ അലങ്കാരങ്ങളോടുകൂടി അവരുടെ ശിരസ്സുകൾ പതിച്ചു, ഭൂമിയിൽ പതിച്ചു എന്നർത്ഥം. സോഷ്ണീഷാണി ചിരാംസി കോടിശഹ ഭൂമി പേതു, കോടിക്കണക്കിന് ഭൂമിയിൽ പതിച്ചു എന്നർത്ഥം. ഇനി മറ്റവയവങ്ങളെയും വർണ്ണിക്കുന്നു. ഹസ്ത സാസികദേശ്വാസാഹ കരഭാ ഊരവോംഗ്രയ അശ്വാശ്വതരനാഗോഷ്ഠരമർത്യശിരാംസി ച. ഹസ്ത സാസികദേശ്വാസാഹ കരഭാ ഊരവോംഗ്രയ അശ്വാശ്വതരനാഗോഷ്ഠരമർത്യശിരാംസി ച. അപ്പോൾ ഇവരുടെ വാളുകൾ, ആയുധങ്ങൾ, ആ ആയുധങ്ങളോടുകൂടിയതായിട്ടുള്ള അവരുടെ എന്താ പറയുക, മണിക്കണ്ഠങ്ങൾ, കൈകൾ വീഴുന്നുണ്ട്. അതാണ് സാസി ഗദ ഇശ്വാസാഹ. അസി വാളാണ്, ഗദ ഗദയാണ്, ഇശ്വാസം വില്ലാണ്. അപ്പോ വാള്, ഗദ, വില്ല് ഇവയോട് കൂടിയത് എന്ന് പറയുന്നതാണ് സാ എന്നുള്ള ആദ്യത്തെ പ്രയോഗം. സഹവർത്തതേ. അപ്പൊ സാസി സഗദ സ ഇശ്വാസ. എന്ത്? ഹസ്താഹ കൈകള്. അതുപോലെ കരബാഹ, കരഭങ്ങൾ എന്ന് പറഞ്ഞാൽ മണിക്കണ്ഠങ്ങൾ, ഈ റിസ്റ്റുകൾ എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഹസ്തങ്ങളും കരഭങ്ങളും. അതുപോലെ ഊരവഹ, ഊരുക്കൾ, തുടകൾ. അപ്പൊ ചിലരുടെ തുടയ്ക്കാണ് അസ്ത്രങ്ങൾ ചെയ്യുന്നത്. അതുപോലെ അംഗ്രയഹ പാദങ്ങൾ, കാൽപാദങ്ങൾ. അശ്വതര നാഗ ഉഷ്ട്ര ഖര മർത്യ ശിരാംസി. ഇതൊക്കെ മൃഗങ്ങളുടെയും അവസാനം മർത്യ, കാലാൾ സൈന്യങ്ങളുടെ മർത്യന്മാരുടെയും ശിരാംസി. അപ്പൊ അശ്വം കുതിരകളാണ്. അശ്വതരം എന്ന് പറഞ്ഞാൽ കോവർ കഴുത എന്നുള്ളതായിട്ടുള്ളൊരു വർഗമാണ്. നാഗം എന്ന് പറഞ്ഞാൽ ആനയാണ്. ഉഷ്ട്രം ഒട്ടകമാണ്. ഖരം കഴുത തന്നെയാണ്. മർത്യശിരസ്. അപ്പോൾ കുതിര, കോവർ കഴുത, ആന, ഒട്ടകം, കഴുത, മനുഷ്യന്മാർ ഇവയുടെയൊക്കെ ശിരസ്സുകളും പേതുഹു എന്ന് മുൻ ശ്ലോകത്തിലെ പേതു ഇവിടേക്കെടുക്കണം. അപ്പൊ ഇങ്ങനെ കയ്യറ്റ് വീഴുന്നുണ്ട്, മണിക്കണ്ഠത്തിൽ നിന്ന് മുറിഞ്ഞു വീഴുന്നുണ്ട്, അല്ലേ? വാളുകൊണ്ടും മറ്റുമൊക്കെ പ്രയോഗിക്കുമ്പോൾ ചിലപ്പോൾ കൈ ചേർത്താണ് വെട്ടുക. അപ്പൊ അങ്ങനെ വീഴുന്നുണ്ട്. അതുപോലെ ചിലരുടെ തുടകൾ, ഊരുക്കൾ, മറ്റേ കാലുകൾ, പാദങ്ങളൊക്കെ വീഴുന്നു. ഒപ്പം ആയുധങ്ങളും വീഴുന്നു. അതുപോലെ ഈ മൃഗങ്ങളൊക്കെ അതിന്റെ ശിരസ്സുകളറ്റ് വീഴുന്നു. ഹസ്താസാസികദേശ്വാസ കരഭാഊരവോംഗ്രയ അശ്വാശ്വതരനാഗോഷ്ട്രഖരമർത്യശിരാംസി ച. ഹന്യമാനബലാനീകാ വൃഷ്ണിഭിർജയകാംക്ഷിഭിഃ രാജാനോ വിമുഖാ ജഗ്മുഹു ജരാസന്ധപുരസ്സരാഃ. ഹന്യമാനബലാനീകാഃ വൃഷ്ണിഭിർജയകാംക്ഷിഭിഃ രാജാനോ വിമുഖാ ജഗ്മുഹു ജരാസന്ധപുരസ്സരാഃ. അപ്പോ
ജരാസന്ധൻ മുമ്പിൽ ഉള്ളതായിട്ടുള്ള ശത്രു സൈന്യം പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുകയാണ്. അതാണ് ജയകാംക്ഷിഭിഃ വൃഷ്ണിഭിഃ ഹന്യമാന ബലാനീകാഃ. ജയകാംക്ഷിഭിഃ വിജയത്തിനായിട്ട് നല്ല കൊതിയോടുകൂടിയവർ, ജയം കാംക്ഷിക്കുന്നവരായിട്ടുള്ള വൃഷ്ണിഭിഃ വൃഷ്ണികളാൽ, യാദവന്മാരാൽ, ഹന്യമാന ബലാനീകാഃ ഹനിക്കപ്പെടുന്ന സൈന്യ സമൂഹങ്ങൾ, ശത്രു സൈന്യങ്ങൾ. ആ സൈന്യങ്ങൾ ജരാസന്ധ പുരസ്സരാഹ രാജാനഃ. ജരാസന്ധൻ മുതലായ, ജരാസന്ധൻ മുമ്പേ നടക്കുന്ന രാജാക്കളും ശിശുപാലാദി രാജാക്കളും വിമുഖാഹ ജഗ്മുഹു. വിമുഖാഹ എന്ന് പറഞ്ഞാലോ അഭിമുഖമായി നിൽക്കാൻ ധൈര്യമില്ലാതെ പരാജയപ്പെട്ട് വിമുഖാഹ ജഗ്മുഹു. ജഗ്മുഹു എന്ന് പറഞ്ഞാൽ ഗമിച്ചു, പലായനം ചെയ്തു. അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ പിന്തിരിഞ്ഞോടുകയാണ്. ബലരാമസ്വാമിയുടെയും കൃഷ്ണന്റെയും മറ്റ് ഗതൻ മുതലായ യാദവ പ്രമുഖരുടെയും സൈന്യത്തിന്റെ ആക്രമണം വളരെ വീര്യത്തോടു കൂടിയിട്ടാണ്, അവർ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ജയിക്കണം എന്നുള്ള ആരവത്തോടു കൂടി തന്നെയാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് പേടിച്ച് പിന്തിരിഞ്ഞോടുകയാണ് രാജാക്കന്മാർ. ഹന്യമാന ബലാനീകാഃ വൃഷ്ണിഭിഃ ജയകാംക്ഷിഭിഃ രാജാനോ വിമുഖാ ജഗ്മുഹു ജരാസന്ധ പുരസ്സരാഃ. ശിശുപാലം സമഭ്യേത്യ ഹൃദദാരമിവാതുരം നഷ്ടത്വിഷം ഗതോത്സാഹം ശുഷ്യദ്വദനമബ്രുവൻ. ശിശുപാലം സമഭ്യേത്യ ഹൃദദാരമിവാതുരം നഷ്ടത്വിഷം ഗതോത്സാഹം ശുഷ്യദ്വദനമബ്രുവൻ. ശിശുപാലനും പിന്തിരിഞ്ഞോടി പരാജയപ്പെട്ടിട്ട്. അപ്പൊ ആ ശിശുപാലന്റെ അടുത്തേക്ക് ഈ ജരാസന്ധന്റെ നേതൃത്വത്തിലുള്ള രാജാക്കന്മാർ വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. അതാണ് ഹൃദദാരം ഇവ ആതുരം നഷ്ടത്വിഷം ഗതോത്സാഹം ശുഷ്യദ്വദനം ശിശുപാലം. ശിശുപാലനെ വിശേഷിപ്പിച്ചതാണ് ഈ പദങ്ങളൊക്കെ. ആ ശിശുപാലം സമഭ്യേത്യ അബ്രുവന്. ശിശുപാലന്റെ അടുത്തേക്ക് സമഭ്യേത്യ സമ്യക് അഭ്യേത്യ അടുത്തേക്ക് അഭിമുഖമായി വന്ന് അബ്രുവന് അവർ പറഞ്ഞു. അപ്പൊ എങ്ങനെയുള്ള ശിശുപാലനോട്? ഹൃദദാരമിവ ആതുരം, തന്റെ ദാരങ്ങളെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുപോയതുപോലെ ആതുരം, ദുഃഖിക്കുന്നവൻ. ശിശുപാലന്റെ ഭാര്യ ആയിരുന്നോ? എപ്പോഴെങ്കിലും ആയിട്ടുണ്ടോ? ഇല്ല, കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. രുക്മിയുടെ ഒരേ ഒരു പ്രോമിസ്. അപ്പൊ തന്റെ ഭാര്യയായിട്ട് ശിശുപാലൻ സ്വപ്നം കണ്ടിരുന്നു. ദേവി സമ്മതിച്ചിട്ടില്ല, ഈശ്വരൻ സമ്മതിച്ചിട്ടില്ല. ഭാര്യ ആയിക്കഴിഞ്ഞാലേ ഭാര്യ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഭാര്യയാകും എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആ ശിശുപാലൻ തന്റെ ഭാര്യ നഷ്ടപ്പെട്ടതുപോലെ നൃത്തം. ഭാര്യയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, തനിക്ക് വിധിച്ചിട്ടില്ലാത്തവളെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷെ ആതുരനായിട്ട് നഷ്ടത്വിഷം, നഷ്ടത്വിഷം തിട്ട് എന്ന് പറഞ്ഞാൽ ശോഭ, കാന്തി. അപ്പോ മുഖമെല്ലാം വാടി, നഷ്ടത്വിഷം കാന്തി അഥവാ ശോഭ നശിച്ചവനായിട്ട്, വാടിയവനായിട്ട്, ഗതോത്സാഹം പരവശനായി, നിരാശനായി, ഉത്സാഹം പോയവനായി, ശുഷ്യദ്വദനം ഉണങ്ങി വരണ്ട മുഖത്തോടുകൂടി, അല്ലെ, കുത്തിയ ചോര വരില്ല അതുപോലെയുള്ള വിളറി വെളുത്ത മുഖം എന്ന് പറയാം, ഉണങ്ങിയ മുഖം, ശുഷ്യദ്വദനം. ആ ശിശുപാലം സമഭ്യേത്യ അബ്രുവന്. അങ്ങനെയുള്ള ശിശുപാലന്റെ അടുത്തേക്ക് വന്ന് മറ്റു രാജാക്കന്മാരെല്ലാം പറഞ്ഞു. ശിശുപാലം സമഭ്യേത്യ ഹൃദദാരമിവാതുരം നഷ്ടത്വിഷം ഗതോത്സാഹം ശുഷ്യദ്വദനമബ്രുവന്. വീരന്മാർക്ക് ഇതുപോലെ നാണക്കേട് വേറെ ഇല്ല, അല്ലെ. തനിക്ക് ഭാര്യ എന്ന് ഉറപ്പിച്ചു വന്നതാണ്. പക്ഷെ അതിനെ ആമ്പിള്ളേർ തട്ടിക്കൊണ്ടുപോയി. അപ്പൊ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കണമെന്ന് നിരാശയായി ആ ഒരു ഇതോടുകൂടി. മാത്രമല്ല യുദ്ധത്തിൽ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൂടിയായി. അങ്ങനെ നിരാശനായിരിക്കുന്ന അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. ഭോ ഭോ പുരുഷശാർദൂല ദൗർമനസ്യമിതം ത്യജ ന പ്രിയാ പ്രിയയോ രാജൻ നിഷ്ഠാ ദേഹിഷു ദൃശ്യത്തെ. ഭോ ഭോ പുരുഷശാർദൂല ദൗർമനസ്യമിതം ത്യജ
ന പ്രിയാ പ്രിയയോ രാജൻ നിഷ്ഠാദേഹിഷു ദൃശ്യത്തെ. അപ്പൊ തോറ്റു കഴിഞ്ഞപ്പോ നല്ല തത്വജ്ഞാനികളായി തീർന്നു ഇവരൊക്കെ, അല്ലേ? നമ്മളെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും തിരിച്ചടികൾ, പരാജയങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചിന്ത ചെയ്യുക. അപ്പോഴാണ് നമ്മളൊക്കെ തത്വജ്ഞാനികളായിട്ട് മാറുക. മറ്റുള്ളവർക്ക് ഉപദേശം ചെയ്യാനും ഒക്കെ മിടുക്കന്മാരായി തീരും. അപ്പൊ ഇവിടെ എന്തായാലും ജരാസന്ധാദികൾ ഒട്ടും മോശമല്ല. അവർക്ക് പരാജയം ഉണ്ടായപ്പോൾ അവർ വലിയ ഉപദേശകന്മാരായി മാറി. ഭോ ഭോ പുരുഷ ശാർദൂല, അല്ലയോ പുരുഷ ശാർദൂല. ശാർദൂലം പുലിയാണ്. അപ്പോൾ മനുഷ്യന്മാരിൽ വെച്ച് പുലിയാണ് നീ അങ്ങനെ പരാജയപ്പെടുന്നവനൊന്നുമല്ല. പക്ഷെ എന്തോ കഷ്ടകാലം എന്ന് പറയണം, ദൗർഭാഗ്യം കൊണ്ട്. അതാണ് ഇതം ദൗർമനസ്യം ത്യജ. ഇപ്പുണ്ടായ നിന്റെ ദൗർമനസ്യത്തെ, നിന്റെ മനസ്സിനുണ്ടായ ദുഃഖത്തെ നീ ഉപേക്ഷിക്ക്. തൽക്കാലം മാത്രമാണ് ഈ ദുഃഖം. എന്താ ഹേ രാജൻ, പ്രിയാപ്രിയയോഹോ നിഷ്ഠാ ദേഹിഷു ന ദൃശ്യത്തെ. പ്രിയവും അപ്രിയവും രണ്ടിൻ്റെയും നിഷ്ഠ എന്ന് പറഞ്ഞാൽ നിതരാം സ്ഥിതി, ഉറച്ച അവസ്ഥ, സ്ഥിരമായിരിക്കുന്ന അവസ്ഥ ദേഹിഷു ന ദൃശ്യത്തെ. ഒരാൾക്കും, ഒരു മനുഷ്യർക്കും, ഒരു ജീവജാലങ്ങൾക്കും കാണപ്പെടുന്നില്ല. ന ദൃശ്യത്തെ എന്ന് വെച്ചാൽ ആർക്കും എപ്പോഴും വിജയം മാത്രമായിട്ട് അഥവാ പ്രിയം മാത്രം ലഭിക്കുന്നതായിട്ട് ഒരിക്കലും ഇല്ല. അപ്രിയവും വന്നു ചേരും. രണ്ടും ജീവിതത്തിന്റെ ഭാഗമാണ്. എല്ലാ ദേഹികൾക്കും ഇത് ബാധകമാണ്. പ്രിയം മാത്രം വരണമെന്ന് ആരും ആഗ്രഹിക്കേണ്ട. നമ്മൾ ജനിച്ചുവോ, നമ്മൾ ജീവിക്കുന്നുണ്ടോ, ഉറപ്പാണ് അപ്രിയവും വരും. അപ്പൊ പ്രിയവും അപ്രിയവും ഒരുപോലെ സ്വീകരിക്കാൻ തയ്യാറാവൂ. ഇപ്പോ അങ്ങേക്ക് അപ്രിയം വന്നു ചേർന്നിരിക്കുന്നു, വിഷമിക്കേണ്ട. കുറച്ച് കാത്തിരുന്നാൽ നാളെ പ്രിയം വന്നു ചേരും. അങ്ങ് ആഗ്രഹിച്ചതെല്ലാം സാധിക്കും. അപ്പൊ ഇങ്ങനെ ഉപദേശം ആരംഭിച്ചു. ഭോ ഭോ പുരുഷ ശാർദൂല ദൗർമനസ്യമിതം ത്യജ ന പ്രിയാ പ്രിയയോ രാജൻ നിഷ്ഠാ ദേഹിഷു ദൃശ്യത്തെ. യഥാ ദാരുമയീ യോഷിത നൃത്യതേ കുഹകേച്ഛയാ ഏവമീശ്വരതന്ത്രോയം ഈഹതേ സുഖദുഃഖയോഃ. യഥാ ദാരുമയീ യോഷിത നൃത്യതേ കുഹകേച്ഛയാ ഏവമീശ്വരതന്ത്രോയം ഈഹതേ സുഖദുഃഖയോഃ. യഥാ ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. എല്ലാവരും ഉപമകളൊക്കെ പറയാൻ മിടുക്കന്മാരാണ്, അല്ലേ? അപ്പൊ യഥാ ദാരുമയീ യോഷിത, എങ്ങനെയാണോ മരം കൊണ്ടുണ്ടാക്കിയ ഒരു സ്ത്രീ അഥവാ മരപ്പാവ അർത്ഥം, ഒരു മരപ്പാവ, ഒരു സ്ത്രീയുടെ പാവ, കുഹകേച്ഛയായതാ നൃത്യത്തെ. കുഹകൻ എന്ന് പറഞ്ഞാൽ നടിക്കുന്നവൻ, നടൻ. ഇവിടെ ഈ എന്താ പറയുക, കൂത്തുകള്, പാവക്കൂത്തുകൾ പോലെയുള്ളതായിട്ടുള്ളതിലൊക്കെ മരം കൊണ്ടുള്ള പാവകളെ കളിപ്പിക്കുന്ന ആളെയാണ് കുഹകൻ. മറഞ്ഞിരിക്കുന്ന ആളാണ്. മറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അയാളെ കുഹകൻ എന്ന് പറയുന്നത്. അയാളെ കാണില്ല, പാവകളെ മാത്രമേ കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് കുഹകൻ. മറഞ്ഞിരിക്കുന്നവൻ, വഞ്ചകൻ എന്നൊക്കെ അർത്ഥമാണ് കുഹകൻ. അപ്പൊ എങ്ങനെയാ വഞ്ചിക്കുന്നത്? സ്വയം മറിഞ്ഞിരുന്നുകൊണ്ട്, തിരശ്ശീലയ്ക്ക് പുറകിലിരുന്നുകൊണ്ട് പാവയെ മാത്രം കളിപ്പിക്കുന്നു. അതാണ് കുഹകേച്ഛയാ യഥാ നൃത്യത്തെ ഏവം. ഇപ്രകാരം ഈശ്വരതന്ത്ര അയം സുഖദുഃഖയോ ഈഹത്തെ. അയം, നമ്മൾ ഓരോരുത്തരും ഈശ്വരതന്ത്ര, നമ്മളൊക്കെ ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. നമ്മൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നർത്ഥം. ഫിലോസഫി വരുന്നുണ്ട്. അഹങ്കാരം തലയ്ക്ക് എന്താ പറയുക, തലയ്ക്ക് പിടിക്കുമ്പോൾ ഇതൊക്കെ മറക്കും. തലയ്ക്ക് അടി കിട്ടിയപ്പോൾ അഹങ്കാരം പോകും. അടി കിട്ടിക്കഴിയുമ്പോൾ അഹങ്കാരം പോയപ്പോൾ വിവേകം വന്നു. എന്താ പറയണത്? നമ്മളൊക്കെ ഈശ്വരന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ്. ഒരു പാവക്കൂത്ത് കളിക്കുന്ന ആളുടെ കയ്യിലെ കളിപ്പാട്ടം പോലെയാണ്, മരപ്പാവയെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ഈശ്വരതന്ത്ര അയം ജീവലോക. ഈ ജീവന്മാരെല്ലാവരും ഈശ്വരതന്ത്രന്മാരാണ്, ഈശ്വരന്റെ അധീനത്തിലാണ്. അയാളാണ് നമ്മളെ പിന്നിൽ നിന്ന് ചരടിട്ട് മൂക്ക് കയറിട്ട് പിടിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സുഖദുഃഖയോഹോ ഈഹത്തെ. നമ്മൾ സുഖത്തിലും ദുഃഖത്തിലും പ്രവർത്തിക്കുന്നു, ചേഷ്ടിക്കുന്നു. അപ്പൊ സുഖദുഃഖങ്ങൾക്കായിക്കൊണ്ട് ചേഷ്ടിക്കുന്നു, സുഖദുഃഖങ്ങളിൽ ചേഷ്ടിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച സുഖം മാത്രം നേടാൻ പറ്റില്ല.
നമുക്ക് എന്ത് വേണം, സുഖം വേണോ ദുഃഖം വേണോ എന്നൊക്കെ നമ്മളെ ചേഷ്ടിപ്പിക്കുന്നത് ഈശ്വരതന്ത്രമാണ്. അപ്പൊ നമ്മളെല്ലാം വിധിയുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ്, അല്ലെങ്കിൽ ഈശ്വരന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ്. ഇതറിഞ്ഞ് ഇത്തിരി അഹങ്കാരം കൊണ്ടുണ്ടായിട്ടുള്ള വിഷമം അല്ലെ, അഹങ്കാരത്തിനേറ്റ അടിയാണ് അപമാനം. അപ്പൊ അപമാനം ത്യജിക്കാനുള്ള വഴി എന്താണ്? വിനയാന്വിതരാവുക. നമ്മൾ സ്വതന്ത്രരല്ല, എല്ലാവരും ഈശ്വരന്റെ കയ്യിലെ കളിപ്പാട്ടങ്ങളാണ് എന്നുള്ള അറിവുണ്ടാകുമ്പോൾ നമ്മുടെ അഭിമാനം പോകും, അഹങ്കാരം പോകും. ലോക സ്വഭാവമാണിത്. ഞാനൊരു സ്പെഷ്യൽ ഒന്നുമല്ല, ഞാനല്ല ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വയം ഈ ഫാക്റ്റുകൾ നമുക്ക് മനസ്സിലായി ശാന്തരാവാൻ സാധിക്കും. നല്ല ആശ്വാസവചനങ്ങളാണ്. ശൗരേഹേ സപ്തദശാഹം വൈ സംയുഗാനി പരാജിതഃ ത്രയോവിംശതിഭിഃ സൈന്യൈഃ ജിഗ്യ ഏകമഹം പരം. ജരാസന്ധൻ സ്വന്തം ആത്മകഥ ഉദാഹരണമായിട്ട് പറയണം. ശൗരേഹേ സപ്തദശാഹം വൈ സംയുഗാനി പരാജിതഃ ത്രയോവിംശതിഭിഃ സൈന്യൈഃ ജിഗ്യ ഏകമഹം പരം. ഇവിടെ സപ്തദശ പ്ലസ് അഹമാണ്. സപ്തദശാഹം ഒന്നിച്ചു പറഞ്ഞാൽ 17 ദിവസമാകും. അവിടെ 17 ദിവസമല്ല, സപ്തദശ സംയുഗാനി എന്നാണ് എടുക്കേണ്ടത്. സംയുഗം യുദ്ധം. സപ്തദശ സംയുഗാനി 17 യുദ്ധങ്ങൾ ആരോടുകൂടി ഉണ്ടായി? ശൗരേഹെ, ആ ശൗരിയുമായിട്ട്, കൃഷ്ണനുമായിട്ട്. എനിക്ക് അഹം, ഇവിടെ അഹം എന്നുള്ളത് ഞാൻ, ജരാസന്ധൻ സ്വയം പറയാണ്. അഹം വൈ ശൗരേഹേ, ആ ശൗരിയുമായിട്ട് അല്ലെങ്കിൽ കൃഷ്ണനിൽ നിന്ന് ത്രയോവിംശതിഭിഃ സൈന്യൈഃ, ത്രയോവിംശതി 23 അക്ഷൗഹിണി, ആ അക്ഷൗഹിണി സൈന്യങ്ങളോടുകൂടി സപ്തദശ സംയുഗാനി പരാജിതഃ, 17 യുദ്ധങ്ങൾ ഞാൻ പരാജയപ്പെട്ടവനാണ്. അപ്പൊ എന്നെ നോക്കൂ, 17 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടും ഞാൻ എന്താ നിരാശനായോ, പിന്തിരിഞ്ഞോ, എന്റെ ഉദ്യമങ്ങളിൽ നിന്ന് മതി എന്ന് വിചാരിച്ചുവോ? ഇല്ല, ഞാൻ പിന്നെയും ഉത്സാഹിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം എന്തു പറ്റി? ഏകം പരം അഹം ജിഗ്യേ, ഏകം പരം, അവസാനം ഒന്നു മാത്രം, അഹം ജിഗ്യേ, ഞാൻ ജയിച്ചുല്ലോ. നമ്മൾ കഥ കേട്ടിരുന്നുവല്ലോ അല്ലേ? ആ യവനൻ വന്ന സമയത്ത് ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചത് കൊണ്ട് ജരാസന്ധനോട് അവസാനത്തെ യുദ്ധം ചെയ്യാതെ ഓടിപ്പോകുന്നത് പോലെ മലയിൽ കയറി അല്ലെ, പ്രവർഷണ പർവ്വതത്തിൽ കയറി അന്തർദാനം ചെയ്ത് ദ്വാരകയിലേക്ക് ചാടിപ്പോയി. അപ്പൊ അത് വിജയിച്ചു ആര്? ജരാസന്ധൻ. അങ്ങനെ 17 കഴിഞ്ഞ് 18ാമത്തെ യുദ്ധം ജയിച്ചു. അപ്പൊ 17 പരാജയപ്പെട്ടവനാ ഞാൻ. എന്നെ നോക്ക്, ഞാൻ ഉത്സാഹം വെടിഞ്ഞതേ ഇല്ല, നിരാശനായില്ല. ഇനിയും ജയിക്കണം 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 എന്നുള്ള വാശിയോടുകൂടി ഞാൻ മത്സരിച്ച് അവസാനത്തെ യുദ്ധത്തിൽ ഞാൻ ജയിച്ചു. ശൗര്യമായിട്ട് ഞാൻ ജയിച്ചു, കൃഷ്ണനുമായിട്ട് ഞാൻ ജയിച്ചു എന്നാണ് പറയുന്നത്. ശൗരേ സപ്തദശ അഹം വൈ സംയുഗാനി പരാജിതഃ ത്രയോവിംശതിഭിഃ സൈന്യൈഃ ജിഗ്യ ഏകം അഹം പരം. തദാപ്യഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കർഹിചിത് കാലേന ദൈവയുക്തേന ജാനൻ വിദ്രാവിദം ജഗത്. തദാപ്യഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കർഹിചിത് കാലേന ദൈവയുക്തേന ജാനൻ വിദ്രാവിദം ജഗത്. അപ്പോ ഇങ്ങനെയൊക്കെ ആയിട്ടും 17 പ്രാവശ്യം തോറ്റിട്ടും എന്ന് പറയണം. തദാപി അഹം, ഈ ഞാനാകട്ടെ, ദൈവയുക്തേന കാലേന ജഗത് വിദ്രാവിദം ജാനന്, ദൈവയുക്തേന ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ട കാലേന, ഭഗവാന്റെ നിയന്ത്രണത്തിലിരിക്കുന്ന കാലത്താൽ ജഗത് വിദ്രാവിധം, ഈ ജഗത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്, വിശേഷേണ ദ്രവിച്ച് കൊണ്ടിരിക്കുകയാണ്, അഥവാ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ജാനന് അറിയുന്നവനായിട്ട് കർഹിചിത് ന ശോചാമി, ഒരിക്കലും ഞാൻ ദുഃഖിക്കുന്നില്ല, ന പ്രഹൃഷ്യാമി, അധികം സന്തോഷിക്കുന്നുമില്ല. അപ്പൊ ആളൊരു സ്ഥിതപ്രജ്ഞനാണ് ആര്? ജരാസന്ധൻ. ജീവിത അനുഭവങ്ങൾ ജരാസന്ധനെ ഒരു സ്ഥിതപ്രജ്ഞനാക്കി എന്ന് പറയാം അല്ലേ?
ജയപരാജയങ്ങളെ ഒരുപോലെ കാണാനുള്ള പാകത വന്നു. ഇത് തന്നെയാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിലും. അനുഭവങ്ങളെ കൊണ്ട് നമ്മൾ പക്വത ആർജിക്കണം. പക്ഷെ നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുക്കുന്നില്ല. അനുകൂലമായിട്ടുള്ള, പ്രിയമായിട്ടുള്ള, വിജയങ്ങൾ മാത്രമുള്ള, സുഖം മാത്രമുള്ള അനുഭവങ്ങളാണ് കൊടുക്കുന്നത്. അത് മാത്രം അനുഭവിച്ച് എപ്പോഴും വിജയിച്ച് എപ്പോഴും സുഖിച്ച് ആഗ്രഹിച്ചതെല്ലാം കിട്ടിക്കൊണ്ട് അങ്ങനെ വളരുന്നതായിട്ടുള്ള കുട്ടികൾക്ക് ഒരു തരത്തിലും പരാജയം ഉൾക്കൊള്ളാനോ അതുപോലെയുള്ളതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും പ്രതികൂല സാഹചര്യം വന്നാൽ സഹിക്കാനോ പറ്റുന്നില്ല. ടോളറൻസ് തീരെ ഇല്ല, സഹിഷ്ണുത ഇല്ല എന്നർത്ഥം. ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയൊരു ഒരു കുറവാണ് സഹിഷ്ണുതയില്ലായ്മ. അതിന് കാരണം അനുഭവങ്ങളില്ലായ്മയാണ്. അതിന് കാരണം അച്ഛനമ്മമാരുടെ വളർത്തു ദോഷമാണ്. അച്ഛനമ്മമാർ ഓരോരുത്തരും വിചാരിക്കുന്നത് ഞങ്ങൾ കുട്ടിക്കാലത്ത് കുറേ കഷ്ടപ്പെട്ടു, ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, ഞങ്ങൾ വസ്ത്രങ്ങളില്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ ഒരു സ്ഥലവും കാണാതെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല പുസ്തകങ്ങളോ പേനകളോ പോലും ഉണ്ടായിരുന്നില്ല, നല്ല ചെരുപ്പ് ഉണ്ടായിരുന്നില്ല, വീട്ടിൽ വേണ്ട പോലെ വിളക്കുണ്ടായിരുന്നില്ല, പഠിക്കാനായിട്ടുള്ള ഫീസ് കൊടുക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇവരുടെ ഉള്ളിൽ കിടന്നിട്ട് എൻ്റെ കുട്ടികൾ അതുപോലെ ആവാൻ പാടില്ല അല്ലേ, ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ കുട്ടികൾ കഷ്ടപ്പെടാൻ പാടില്ല. ഇങ്ങനെ ചിന്തിച്ച് കുട്ടികൾക്ക് ഒരു കഷ്ടവും കൊടുക്കാതെ ഒന്നിൻ്റെയും വിലയറിയാതെ അവരാഗ്രഹിച്ചതൊക്കെ സാധിച്ചു കൊടുത്ത് അവരെ ഒന്നിനും കൊള്ളാതെയാക്കുന്നു. മനുഷ്യത്വമില്ലാതെ, പക്വതയില്ലാതെ, സഹനശക്തിയില്ലാതെ ദുർബലരായി വളർത്തുന്നു. പെട്ടെന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായാൽ ഉടനെ ഡിപ്രഷൻ, അല്ലെങ്കിൽ ആത്മഹത്യ, അല്ലെങ്കിൽ മയക്കുമരുന്ന്, അല്ലെങ്കിൽ മദ്യം, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക, ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്നു. മിക്കവാറും ആത്മഹത്യകൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. ഡിപ്രഷൻ എല്ലാവർക്കും ഇപ്പോൾ കോമൺ ആണ്. നമ്മളൊന്നും കേട്ടിട്ട് പോലുമില്ല നമ്മുടെയൊക്കെ അല്ലേ, ഇത്രയും കാലം നമുക്കൊരു ഡിപ്രഷൻ ഉണ്ടാവേണ്ട കാരണം ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ എല്ലാം തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞതുപോലെ നല്ലതുപോലെ റെസിസ്റ്റൻസ്, ഇമ്മ്യൂണിറ്റി എല്ലാ രംഗത്തും നമുക്ക് ഉണ്ടായി. ആ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ. ചിന്തിക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പുതിയ തലമുറയെ അമ്മമാരും മുത്തശ്ശിമാരും ശ്രദ്ധിക്കുക. കുറച്ച് വിഷമങ്ങളൊക്കെ അവർ അനുഭവിച്ച്, കുറച്ച് ജോലികളൊക്കെ ചെയ്ത്, കുറച്ച് എന്താ പറയുക ഇല്ലായ്മകളൊക്കെ മനസ്സിലാക്കി, ഭക്ഷണത്തിൻ്റെയും അതുപോലെ വസ്ത്രത്തിൻ്റെയും പൈസയുടെയും എല്ലാം മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് വളരാനായിക്കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യൂ. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഭാവി ഡിപ്രഷൻ ഇല്ലാതെ, ആത്മഹത്യ ചെയ്യാതെ, സ്ട്രോങ് ആയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പക്വത അവർക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്താ പറയുക, ഇതൊന്നും അനുഭവിക്കാത്ത തലമുറകൾക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കൃത്രിമമായിട്ട് ഇപ്പോൾ പല കോഴ്സുകളിലും ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ 3 ദിവസം ആർട്ട് ഓഫ് ലിവിങ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഇതുപോലെയുള്ള പല സെഷൻസും ഉണ്ട്. ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളാണ് വന്ന്, അപ്പോൾ അവരെ എന്താ പറയുക, ഒരു ബെഞ്ചിൻ്റെ മുകളിലോ സ്റ്റൂളിൻ്റെ മുകളിലോ കയറ്റി നിർത്തിയിട്ട് ചുറ്റുപാടും എല്ലാവരും ചീത്ത വിളിക്കുക, ഒന്നിച്ച് ചീത്ത വിളിക്കുക, നല്ല നിലവിളിച്ച് ഭയപ്പെടുത്തുന്ന മാതിരി, നാണം കെടുത്തുന്ന മാതിരി പലതും വിളിച്ച് പറയുക, കണ്ടമാനം. അപ്പോൾ അതിനൊക്കെ ഈ കുട്ടികൾ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നു, ഉൾക്കൊള്ളാൻ കഴിയുന്നു, അതിനോട് എങ്ങനെ അവർ പ്രതികരിക്കുന്നു, അവസാനം അവർക്കത് ശാന്തി
ഉണ്ടാവുന്നത് വരെ അത് തുടരും. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ പിന്നെ ജീവിതത്തിൽ നേരിടാനുള്ള ശക്തി ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ കൃത്രിമമായിട്ടാണ്, വയസ്സായിട്ടാണ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. ഇതെല്ലാം കുട്ടിക്കാലത്തെ സന്ദർഭത്തിനനുസരിച്ച് അച്ഛനമാർ വിവേകപൂർവ്വം കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലേ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ആർട്ട് ഓഫ് ലിവിങ് വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചിരുന്നു. അച്ഛനമ്മമാർ തന്നെ നമ്മളെ ജീവിക്കാൻ പഠിപ്പിച്ചത്. ഇതിന് പ്രത്യേക കോഴ്സിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിപ്പോൾ ഒരു കുറവുമില്ല, ഒരു ദൗർബല്യവുമില്ല. എന്തെങ്കിലും പെട്ടെന്നുള്ള ഷോക്കുകൾ ഉണ്ടായാൽ പോലും നമ്മൾ നിരാശരാവുകയോ പരവശരാവുകയോ ജീവിതം അവസാനിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു ഇപ്പോൾ കൃത്രിമമായിട്ടാണ് എല്ലാം പല കോഴ്സുകളിലൂടെ കൗൺസിലിങ്ങുകൾ അതുപോലുള്ള പലതും ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിന് കുറേ ഫീസ് കൊടുക്കാം, എന്നിട്ട് നേരെ ആവുമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോൾ തദാപ്യഹം ന ശോചാമി ന പ്രഹൃഷ്യാമി കർഹിചിത് കാലേന ദൈവയുക്തേന ജാനൻ വിദ്രാവിദം ജഗത് അധുനാപി വയം സർവേ ധീരയൂതപയൂതപാഃ പരാജിതാ ഭൽഗുതന്ത്രൈഃ യദുഭിഃ കൃഷ്ണപാലിതൈഃ. അധുനാപി വയം സർവേ വീരയൂതപയൂതപാഃ പരാജിതാ ഭൽഗുതന്ത്രൈഃ യദുഭിഃ കൃഷ്ണപാലിതൈഃ. അധുനാപി ദാ ഇപ്പോഴും വീരയൂതപയൂതപാഃ. നമ്മൾ മോശക്കാരായിട്ടാണ്. നമ്മളെത്ര വീരയൂഥപന്മാരുടെ യൂഥപന്മാരാണ്. വീരന്മാരായ സൈന്യാധിപന്മാർക്കും സൈന്യാധിപന്മാരായിട്ടുള്ളവരാണ് രാജാക്കന്മാരായിട്ടുള്ള നമ്മൾ. അപ്പോൾ നമ്മൾ ഇവിടെ പരാജയപ്പെടാൻ പാടുള്ളതാണോ? ശക്തിയുള്ളവരല്ലേ? എന്നിട്ടും സർവേ വയം, ഈ നമ്മളൊക്കെ ഭൽഗുതന്ത്രൈഹി കൃഷ്ണപാലിതൈ യദുഭിഹി പരാജിതാഹ. ഭൽഗുതന്ത്രന്മാർ എന്ന് പറഞ്ഞാലോ അല്പ സാമർഥ്യമുള്ളവര്, ചെറിയ സൈന്യം. അപ്പൊ ചെറിയ സൈന്യമാര്? കൃഷ്ണപാലിതൈഹി യദുഭിഹി, കൃഷ്ണനാൽ പാലിക്കപ്പെടുന്ന യാദവ സൈന്യത്താൽ പരാജിതരായി. അതിപ്പോ എന്താ പറയുക, നമ്മൾക്ക് ശക്തി കുറവുള്ളത് കൊണ്ടോ കൃഷ്ണന്റെ യാദവ സൈന്യത്തിന് ശക്തി കൂടുതലുള്ളത് കൊണ്ടോ അല്ല. പിന്നെയോ മുമ്പ് പറഞ്ഞതായിട്ടുള്ള കാലേന ദൈവയുക്തേന ഇതി ജാനന് ജഗത് വിദ്രാവിധം ഇതി ജാനന്. ആ ദൈവത്താൽ പ്രേരിപ്പിക്കുന്ന കാലത്താലാണ് ഈ ജഗത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, ജഗത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോ കാലസ്വരൂപനായ ദൈവം നമ്മളുടെ പരാജയവും യദു സൈന്യത്തിന് വിജയവും നിശ്ചയിച്ചിരിക്കുന്നു. അല്ലാതെ നമ്മൾ പോരാത്തവരായതുകൊണ്ടോ അവർ വലിയ കേമന്മാരായതുകൊണ്ടോ ഒന്നുമല്ല. ഈശ്വരനാണിതെല്ലാം തീരുമാനിക്കുന്നത്, ദൈവമാണിതെല്ലാം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് മാറി വരും, ഇതിങ്ങനെ കറങ്ങി വരും എന്ന് വിചാരിക്കുക എന്ന് പറയണം. അധുനാഭിവയം സർവേ വീരയൂതപയൂതപാഃ പരാജിതാ ഭൽഗുതന്ത്രൈഃ യദുഭിഃ കൃഷ്ണപാലിതൈഃ. റിപവോ ജിഗ്യുരധുനാ കാല ആത്മാനുസാരിണി തദാ വയം വിജേഷ്യാമോ യദാ കാലഃ പ്രദക്ഷിണഃ. റിപവോ ജിഗ്യുരധുനാ കാല ആത്മാനുസാരിണി തദാ വയം വിജേഷ്യാമോ യദാ കാലഃ പ്രദക്ഷിണഃ. പറഞ്ഞതുപോലെ അധുനാ റിപവഃ കാലേ ആത്മാനുസാരിണി ജിഗ്യുഃ. അധുന ഇപ്പോൾ റിപവഃ നമ്മുടെ ശത്രുക്കള്, ആ യാദവന്മാര്, കാലേ ആത്മാനുസാരിണി കാലേ അവർക്കനുസരിച്ചിരിക്കുന്ന കാലത്തിൽ, അവർക്ക് അനുകൂലമായിരിക്കുന്ന കാലത്തിൽ. ഇപ്പൊ അവർക്കാണ് കാലം അനുകൂലം, അതുകൊണ്ട് ജിഗ്യുഃ, അവർ ജയിച്ചു. അപ്പൊ അവർക്ക് നല്ല കാലമാണ്, അതുകൊണ്ട് ജയിച്ചു. ഇനി യഥാ കാലഃ പ്രദക്ഷിണഃ, ഇതേ കാലം ഇനി നമുക്ക് പ്രദക്ഷിണമായിട്ട് വരും, അനുകൂലമായിട്ട് വരും. തഥാ വയം വിജേഷ്യാമഃ, അപ്പോൾ നമുക്ക് ജയിക്കാം. അപ്പൊ ഇപ്പോ നമുക്ക് കാലം പ്രതികൂലം, അവർക്ക് അനുകൂലം, അതുകൊണ്ട് ജയിച്ചു. ഈ കാലം തന്നെ ഇനി കറങ്ങി നമുക്ക് അനുകൂലമായിട്ട് വരും, പ്രദക്ഷിണമായിട്ട് വരും. തഥാ വയം വിജയിഷ്യാമ,
തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ജയിക്കാം. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, അവസരം കാത്തിരിക്കുക, കാലത്തിന്റെ നിയമമറിഞ്ഞ് പെരുമാറുക, വെയിറ്റ് ആൻഡ് സീ എന്ന് പ്രേരിപ്പിക്കുകയാണ്. റിഭവോ ജഗ്യുരധുനാ കാല ആത്മാനുസാരിണി തദാ വയം വിദേശാമോ യഥാ കാല പ്രദക്ഷിണഃ ഏവം പ്രബോധിതോ മിത്രൈഃ ചൈദ്യോഗാത് സാനുഗഃ പുരം ഹതശേഷാ പുനസ്തേഭി യയുസ്വം സ്വം പുരം നൃപാഃ. ഏവം പ്രബോധിതോ മിത്രൈഃ ചൈദ്യോഗാത് സാനുഗഃ പുരം ഹതശേഷാ പുനസ്തേഭി യയുസ്വം സ്വം പുരം നൃപാഃ. അപ്പോ ഏവം പ്രബോധിതോ മിത്രൈഃ ചൈദ്യഃ. ചൈദ്യഃ ചേതി രാജാവായ ശിശുപാലൻ മിത്രൈഹി തന്റെ മിത്രങ്ങളായ ജരാസന്ധാദികളാൽ ഏവം പ്രബോധിത ഇങ്ങനെ ബോധമുള്ളവനാക്കി, പ്രബോധനം ചെയ്തവനാക്കി. അപ്പൊ എന്ത് ചെയ്തു? അഗാത് സാനുഗഹ പുരം. സാനുഗഹ തന്റെ അനുഗന്മാരോടുകൂടി, തന്റെ സൈന്യത്തോടുകൂടി പുരം അഗാത് ചേതി രാജ്യത്തേക്ക് മടങ്ങിപ്പോയി. നിരാശയുണ്ടെങ്കിലും അടുത്ത അവസരം നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് പോയി. അതുപോലെ പുനഃ തേബി ഹതശേഷാഹ, കൊല്ലപ്പെട്ട് കഴിച്ച് ബാക്കിയുള്ള ശേഷിച്ചവരായിട്ടുള്ള തേബി മറ്റു രാജാക്കന്മാരും തേ നൃപാഹാപി സ്വം സ്വം പുരം യയുഹു, അവരവരുടെ പുരങ്ങളിലേക്ക് യാനം ചെയ്തു. അപ്പോ ബാക്കിയുള്ള ശേഷിച്ച പരാജയപ്പെട്ടതിൽ മരിച്ചതിൽ ബാക്കിയായിട്ടുള്ള സൈന്യവുമായിട്ട് ഓരോ രാജാക്കന്മാരും അവരവരുടെ പുരങ്ങളിലേക്ക് നിരാശരായി പിന്തിരിഞ്ഞുപോയി, പരാജിതരായി പോയി, നാണം കെട്ടുപോയി. തൽക്കാലം അവര് ഈ കാലസ്വരൂപനായ ഈശ്വരന്റെ ലീലയാണിതെല്ലാമെന്ന് പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ മറ്റു രാജാക്കന്മാരൊക്കെ പരാജയപ്പെട്ടു പോയിട്ടും നമ്മുടെ രുക്മി മാത്രം വിടാൻ തയ്യാറില്ല. അതാണ് അടുത്ത ശ്ലോകത്തില്. അത് നമുക്ക് നാളെ രാവിലെ കാണാം. രുക്മിക്ക് പിന്നെ നിവൃത്തിയില്ല, എവിടേക്കും പോകാനില്ല. തൻ്റെ ദേശത്താണിതെല്ലാം നടക്കുന്നത്, അല്ലേ? കുണ്ടിനപുരത്താണിതെല്ലാം നടക്കുന്നത്. എന്തായാലും താൻ പറഞ്ഞ വാക്ക്, ശിശുപാലന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റാത്തതിൻ്റെ എന്തെന്നില്ലാത്ത നാണക്കേടുണ്ടായി. അപ്പോൾ വളരെ അഹങ്കാരിയായ രുക്മി ഭഗവാനെ പിന്തുടരുന്ന, ഭഗവാനെ ആക്രമിക്കുന്ന, യുദ്ധം ചെയ്യുന്ന കഥയാണ് തുടരുന്നത്. നാളെ കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി.